ആൾവാസമൊന്നുമില്ലാത്ത വിജനമായ സ്ഥലത്തു നിന്നും ഏകദേശം ഒരു 18-19 വയസ്സ് പ്രായം വരുന്ന പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കണ്ടുകിട്ടുന്നു. ആ പെൺകുട്ടിക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ആരാണ് അവളുടെ കൊലപാതകത്തിന് പിന്നിൽ എന്നൊക്കെ അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥനായ വിവേക് എത്തുകയാണ്. വിവേക് കണ്ടുപിടിക്കുന്നത് ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു. എങ്കിൽ നമുക്ക് വദന്തി എന്ന തമിഴ് വെബ് സീരീസിന്റെ ആദ്യത്തെ സീസണിന്റെ കഥ നോക്കിയാലോ? രണ്ടാമത്തെ സീസണിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ കുറച്ച് പേർ കമന്റ് ഇട്ടിരിക്കുന്ന കണ്ടു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാനും മറക്കരുതേ. എങ്കിൽ നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥ തുടങ്ങുന്നത് ഒരു എഴുത്തുകാരനെ കാണിച്ചുകൊണ്ടാണ്. അയാൾ ഒരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഡിസ്ക്ലെയിമറായി പറയുന്നത് ഇതിൽ പറയുന്ന കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമല്ല എന്ന്. ആ സീൻ അവിടെ കട്ടായി സിനിമയ്ക്ക് വേണ്ടിയിട്ട് ലൊക്കേഷൻ നോക്കി എത്തുന്ന ഡയറക്ടറിനെയും പ്രൊഡ്യൂസറിനെയുമാണ് കാണിക്കുന്നത്. രണ്ടുപേർക്കും സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അതേസമയം തന്നെയായിരുന്നു അവിടെ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിടക്കുന്നത്. അത് കാണുന്ന പ്രൊഡ്യൂസറും ഡയറക്ടറും ആർട്ട് ഡയറക്ടർ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ദേ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നായികയുടെ ഡെഡ് ബോഡി ശരിയാക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ആർട്ട് ഡയറക്ടർ വരുന്നത്. ആർട്ട് ഡയറക്ടർ ആണെങ്കിലോ ഇതെന്താ ഇവിടെ ഒരു ബോഡി കിടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നു. നീ സെറ്റ് ചെയ്തതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നുള്ള കാര്യമാണ് ആർട്ട് ഡയറക്ടർ പറയുന്നത്. അതേ സമയമായിരുന്നു അവരുടെ സിനിമയിൽ അഭിനയിക്കുവാനായി വന്നിരുന്ന നായികയായിട്ടുള്ള മമതയെ കാണാനില്ല എന്നുള്ള വിവരം കിട്ടുന്നത്. അതോടുകൂടി ആ കിടക്കുന്നത് യഥാർത്ഥ ഡെഡ് ബോഡിയാണെന്നും അത് മമതയുടേതാണെന്നും അവരങ്ങ് ഉറപ്പിച്ചു. കാരണം കിടക്കുന്ന ഡെഡ് ബോഡിക്ക് മുഖം വ്യക്തമല്ല, നന്നായിട്ട് അഴുകിയിരുന്നു. ഈ ഒരു വിവരം പോലീസിനെ അറിയിക്കുകയാണ്. പോലീസ് അവിടെ നിന്നും ഡെഡ് ബോഡിയും കൊണ്ടുപോകുന്നു. എന്നാൽ അതേ സമയമാണ് ഡയറക്ടർക്കൊക്കെ ഒരു കോൾ വരുന്നത്. വിളിച്ചതാണെങ്കിലോ മമതയാണ്. കാരണം പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടിയത് അത് സിനിമാ നടിയായിട്ടുള്ള മമതയാണെന്ന് സംശയമുള്ളത് കൊണ്ട് തന്നെ അത് ന്യൂസിൽ ആകെ വ്യാപിച്ചു. ആ ന്യൂസ് കണ്ടിട്ടാണ് മമത വിളിച്ചിരിക്കുന്നത്. എന്താ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ന്യൂസ് കൊടുത്തിരിക്കുന്നത്? ഞാൻ എൻ്റെ വീട്ടിൽ ചെറിയ പ്രശ്നമായതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം മമത പറയുന്നു. അപ്പോൾ മമതയല്ല എന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടി ആരായിരിക്കും എന്നുള്ള ചോദ്യം അവിടെ വരികയാണ്. ആ ഒരു കേസ് അന്വേഷിക്കുവാനായിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ തീരുമാനിക്കുന്നു. പെൺകുട്ടിയുടെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുവാനായും കൊണ്ടുപോവുകയാണ്. ഡോക്ടർ പറയുന്നത് ഈ ഒരു പെൺകുട്ടിക്ക് ഏകദേശം ഒരു 19-20 വയസ്സ് പ്രായം വരും. കഴുത്തിൽ എന്തോ കൊണ്ട് ഇറുക്കിയത് കൊണ്ടാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. 2 കൈയും 2 കാലും കെട്ടിയിട്ടുണ്ട്. അതിന്റെ അടയാളങ്ങളും ദേഹത്തുണ്ട്. മാത്രവുമല്ല നല്ല മുറിവുകളുമുണ്ട്. പെൺകുട്ടിക്ക് റേപ്പ് അറ്റംപ്റ്റ് ഒന്നും നടന്നിട്ടില്ല എന്നുള്ള കാര്യവും ഡോക്ടർ പറയുന്നു. ആരായിരിക്കും ഈ ഒരു പെൺകുട്ടി, എന്തായിരിക്കും അവൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ വരികയാണ്. ആ ഒരു സീൻ അവിടെ കട്ടായി ആരാണ് ഈ ഒരു പെൺകുട്ടി എന്നതാണ് നമ്മളെ കാണിക്കുന്നത്. അവളുടെ പേരാണ് വെറോണിക്ക. ദേ അവളുടെ അടുത്ത് നിൽക്കുന്ന ആ സ്ത്രീയില്ലേ, അവരാണ് വെറോണിക്കയുടെ അമ്മ. രണ്ടുപേരും കൂടി ചർച്ചിൽ വന്നതായിരുന്നു. ചർച്ചിൽ ഗിത്താർ വായിക്കുന്ന പയ്യനാണ് റോഹൻ. റോഹനാണെങ്കിലോ വെറോണിക്കയെ തന്നെ നോക്കി നിൽക്കുകയാണ്. കാരണം ഈ റോഹന് വെറോണിക്കയെ ഒരുപാട് ഇഷ്ടമാ. ഇതുവരെയായിട്ടും ആ ഒരു ഇഷ്ടം അവളോട് തുറന്നു പറഞ്ഞിട്ടേയില്ല. എന്നാൽ അതെല്ലാം മനസ്സിലാക്കുന്ന വെറോണിക്ക അവനെയും നോക്കുന്നുണ്ട്. ആ സീൻ അവിടെ കട്ടായി വെറോണിക്കയെ കാണുവാൻ വേണ്ടിയിട്ട് റോഹൻ പോവുകയാണ്. റോഹന്റെ കൂട്ടുകാരനും ചേരുന്നുണ്ട് അവന്റെ കൂടെ. നീ എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ വെറോണിക്ക എന്നോട് അവളുടെ വീട്ടിൽ വരാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് പോകുന്നെന്നായിരുന്നു റോഹന്റെ മറുപടി. ഇത്ര പെട്ടെന്നോ അവൾ നിന്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു എന്ന് കൂട്ടുകാരന് അത്ഭുതവും. രണ്ടുപേരും എത്തിയിരിക്കുന്നത് ഏഞ്ചൽ ലോഡ്ജിന് മുന്നിലാണ്. വെറോണിയുടെ അമ്മ നടത്തുന്നതാണ് ഈ ഒരു ഏഞ്ചൽ ലോഡ്ജ്. ലോഡ്ജിന്റെ പിൻവാതിൽ വെറോണി തുറന്നു കൊടുക്കുന്നു. അതുവഴി ആരും അറിയാതെ റോഹനാണെങ്കിൽ അകത്തേക്ക് കടക്കുകയാണ്. വെറോണി അവനെയും കൂട്ടി ടെറസിലേക്ക് പോകുന്നു. എന്നിട്ട് റോഹന്റെ കയ്യിലുള്ള ഗിത്താർ വാങ്ങിച്ച് വായിക്കുവാനായും തുടങ്ങി. റോഹനാണെങ്കിലോ ഗിത്താർ വായിക്കുവാനായിട്ട് അവൾക്ക് പഠിപ്പിച്ചും കൊടുക്കുന്നു. അങ്ങനെ അവൾ ഗിത്താർ വായിക്കുകയാണ്. വെറോണിക്ക് ഗിത്താർ ഒരുപാട് ഇഷ്ടമാ. അതുകൊണ്ട് തന്നെ ഗിത്താർ വായിച്ചതിൽ അവൾക്ക് ഒരുപാട് സന്തോഷവുമുണ്ട്. റോഹനോട് അവൾ നന്ദിയും പറയുന്നു. ഇങ്ങനെ പറഞ്ഞാൽ പോരാ എന്ന് പറഞ്ഞ് തന്റെ കവിള് കാണിച്ചു കൊടുക്കുകയാണ് റോഹൻ. വെറോണി അവന് ഉമ്മയും കൊടുക്കുന്നു. രണ്ടുപേരും അവിടെ ഇരുന്ന് കിസ് ചെയ്യുവാനായും ആരംഭിക്കുകയാണ്. ഇത് റോഹന്റെ കൂട്ടുകാരൻ കാണുന്നു. അന്നേ ദിവസം രാത്രി ലോഡ്ജിലെ തന്നെ കിച്ചണിൽ നിന്ന് എന്തോ വേവിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു വെറോണി. അപ്പോൾ അവിടേക്ക് ഒരു പയ്യൻ വരികയാണ്. അവന്റെ പേര് ടോണി എന്നായിരുന്നു. ടോണിയാണെങ്കിലോ വെറോണിയോട് കതക് തുറക്കുവാനായും ആവശ്യപ്പെടുന്നു. എന്നാൽ വെറോണിയാണെങ്കിലോ കതക് തുറക്കാതെ അവൾ വീണ്ടും അത് ക്ലോസ് ചെയ്ത് കളയുകയാണ്. അത് കാണുന്ന ടോണിക്ക് വല്ലാതെ ദേഷ്യം വരും. വെറോണി എല്ലാ പരിപാടിയും കഴിഞ്ഞ് പഠിക്കുവാനായി ഇരിക്കുന്ന സമയത്ത്
ദേ അവിടേക്കും ടോണി വരുന്നുണ്ട്. വെറോണി, നീ എന്നോട് ക്ഷമിക്ക്. ഞാൻ കുടിച്ചിട്ട് വന്നതുകൊണ്ടല്ലേ നീ കതക് തുറക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് ടോണി ക്ഷമ ചോദിക്കുന്നു. അതേസമയം വെറോണിയുടെ അമ്മ അവിടേക്ക് വരികയാണ്. എന്തിനാ നീ ഇവനോട് ദേഷ്യം കാണിക്കുന്നത്? നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനാണ് ടോണി. അതുകൊണ്ട് ആ ഒരു റെസ്പെക്റ്റ് ഒക്കെ കാണണമെന്ന് അമ്മ പറഞ്ഞിട്ട് പോകുന്നു. വെറോണിക്കാണെങ്കിലോ ആ ഒരു കല്യാണത്തിന് ഒട്ടും തന്നെ താല്പര്യമേ ഇല്ല. എന്നെ ഫോഴ്സ് ചെയ്തല്ലേ ഈ ഒരു മാരേജിന് നിങ്ങൾ സമ്മതിപ്പിച്ചത് എന്നൊക്കെ വെറോണി അമ്മയോട് ചോദിക്കുന്നുണ്ട്. നീ അങ്ങനെ കല്യാണത്തിന് സമ്മതിച്ചില്ലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ നിന്നെക്കുറിച്ച് നാട്ടുകാർ എന്തായിരിക്കും പറയുക എന്നുള്ളത് നിനക്ക് ഓർമ്മയുണ്ടോ? നിന്നെ മോശമായിട്ടാണ് ഇവിടെ ഓരോരുത്തരും പറയുന്നതെന്നായിരുന്നു അമ്മയുടെ മറുപടി. ഓക്കെ ഓക്കെ, അത് വിട്ടുകള, ഞാൻ എന്തായാലും സമ്മതിച്ചല്ലോ എന്നായിരുന്നു വെറോണി പറയുന്നത്. അടുത്ത ദിവസം രാവിലെ വെറോണിയെ കോളേജിൽ കൊണ്ടാക്കാമെന്നും ടോണി പറഞ്ഞിട്ട് പോകുന്നു. എന്നാൽ അടുത്ത ദിവസം രാവിലെ വെറോണിയുടെ അമ്മയാണെങ്കിൽ ആകെ പ്രശ്നമുണ്ടാക്കുകയാണ്. ലോഡ്ജിലുള്ള ഒരുത്തനാണെങ്കിലോ ഇതുവരെയും വാടക കൊടുത്തിട്ടേയില്ല. അയാളുടെ സാധനമെല്ലാം പുറത്ത് പറക്കി വെച്ചിട്ട് റൂമും പൂട്ടിയെടുത്തിരിക്കുന്നു. അതേസമയമായിരുന്നു കോളേജിലേക്ക് പോകുവാനായിട്ട് വെറോണി പുറത്തേക്ക് ഇറങ്ങുന്നതും. വെറോണിയെ കണ്ടതും ബാക്കിയുള്ള ലോഡ്ജിലുള്ളവരെല്ലാവരും അവളെ തന്നെ നോക്കി നിൽക്കുന്നു. മാത്രവുമല്ല, വെറോണിയുടെ അമ്മ വഴക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവനും വെറോണിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. എല്ലാവർക്കും വെറോണിക്ക് മേൽ ഒരു കണ്ണുണ്ടായിരുന്നു. അങ്ങനെ വെറോണി പുറത്തേക്ക് വന്ന് ടോണിക്കൊപ്പം ബൈക്കിൽ കയറി പോവുകയാണ്. അതേസമയം ബസ് സ്റ്റോപ്പിൽ റോഹനും ഉണ്ടായിരുന്നു. റോഹനെ വെറോണിയൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. വന്ന ബസ്സിൽ അവൾ കയറി പോകും. ആ ബസ്സിന് പിന്നാലെ ഓടിയ റോഹൻ ബസ്സിലേക്ക് തന്നെ കയറുകയാണ്. എന്നിട്ട് അവളോട് ആരും അറിയാത്ത രീതിയിൽ ആംഗ്യത്തിലൂടെ സോറിയും പറയുന്നുണ്ട്. എന്താണ് ഇവർക്കിടയിൽ നടന്നതെന്ന് കാണിക്കുന്നതേയില്ല. ആ സീൻ അവിടെ കെട്ടായി പ്രസന്റ് സിറ്റുവേഷനാണ് കാണിക്കുന്നത്. വെറോണിയുടെ മുഖമൊന്നും വ്യക്തമല്ലല്ലോ. അതുകൊണ്ട് പോലീസുകാരാണെങ്കിൽ ഒരു സ്കെച്ച് ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് സ്കെച്ചും വരച്ചെടുക്കുന്നു. കറക്റ്റ് വെറോണിയുടെ രൂപം തന്നെ അവർ വരച്ചെടുത്തിരിക്കുക. അതേസമയം റോഹനെയാണ് കാണിക്കുന്നത്. റോഹൻ അടുത്തേക്ക് എത്തുന്ന കൂട്ടുകാരൻ നീ വെറോണിയെ കണ്ടിട്ട് എത്ര ദിവസമായെന്ന് ചോദിക്കുമ്പോൾ കുറേ ദിവസമായെന്ന് റോഹൻ മറുപടി പറയുന്നു. എങ്കിൽ ദേ നോക്കിയെന്ന് പറഞ്ഞിട്ട് ന്യൂസ് പേപ്പർ എടുത്ത് കാണിക്കുകയാണ്. അതിൽ വെറോണിയുടെ സ്കെച്ച് ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി ആരാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ടാണ് പോലീസുകാർ പരസ്യം കൊടുത്തിരുന്നത്. വെറോണിക്ക് എന്തോ സംഭവിച്ചു എന്നുള്ള കാര്യം റോഹന് മനസ്സിലായി. അവിടെ നിന്നും കൂട്ടുകാരൻ നേരെ എത്തുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. ആ ഒരു പത്രത്തിലുണ്ടായിരുന്ന പെൺകുട്ടി വെറോണിയാണ്. അവളെ കാണാതായിട്ട് കുറച്ച് ദിവസമായി എന്നുള്ള കാര്യവും കൂട്ടുകാരൻ പയ്യൻ പറയുന്നു. അവൻ എന്തിനാണ് ഇപ്പോൾ സ്റ്റേഷനിൽ വന്നിങ്ങനെ പറഞ്ഞതെന്നാൽ ആരാണ് ഈ പെൺകുട്ടി എന്ന് പറയുന്നവർക്ക് പാരിതോഷികമുണ്ടെന്ന് പത്രത്തിൽ കൊടുത്തിരുന്നു. അതുകൊണ്ട് കാശിനു വേണ്ടിയിട്ടാണ് അവൻ ഇപ്പോൾ ഇങ്ങനെ വന്ന് പറഞ്ഞിരിക്കുന്നതും. നിന്നെ പോലെ കുറച്ചുപേരും രാവിലെ വന്ന് പറഞ്ഞിരുന്നു. ഞാൻ എന്തായാലും അന്വേഷിക്കട്ടെ, സത്യമാണോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വെറോണിയെ കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് അവളുടെ വീട്ടിലേക്ക് വിളിക്കുന്നു. വെറോണിയെ കാണാതായിട്ട് 3-4 ദിവസമായിന്ന് വിളിക്കുമ്പോൾ പോലീസുകാരന് മനസ്സിലാകും. അതോടുകൂടി അത് വെറോണിയാണെന്ന് പോലീസുകാർ ഉറപ്പിക്കുന്നു. വെറോണിയുടെ അമ്മയെ പോലീസുകാർ വിളിച്ചു വരുത്തുകയാണ്. അമ്മയ്ക്കൊപ്പം ടോണിയും ഉണ്ടായിരുന്നു. ഡെഡ് ബോഡി കയറി നോക്കിയ ടോണി അത് വെറോണിയാണെന്ന് ഉറപ്പിക്കും. ടോണി ആകെ തകർന്നു പോകുന്നു. തന്റെ ഒരേ ഒരു മകൾ മരിച്ചുപോയതോർത്ത് അമ്മയും പൊട്ടിക്കരയുകയാണ്. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർ ടോണിയെ ചോദ്യം ചെയ്യും. വെറോണിയെ കാണാതായിട്ട് എത്ര ദിവസമായെന്ന് ചോദിക്കുമ്പോൾ 3-4 ദിവസമായി. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അവൾ അവളുടെ ആന്റിയുടെ വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞിറങ്ങിയത്. 7 മണിക്ക് എന്നോട് വന്ന് കൂട്ടിക്കൊണ്ടു വരണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ 7 മണിയായിട്ടും അവൾ എന്നെ വിളിച്ചില്ല. എന്നാൽ അവൾ അവിടെ തങ്ങുമെന്നാണ് ഞങ്ങൾ കരുതിയത്. വെറോണിയുടെ അമ്മയ്ക്ക് അങ്ങനെ തങ്ങുന്നതൊന്നും ഒട്ടും ഇഷ്ടമേ അല്ല. എങ്കിലും ഞാൻ രാവിലെ പോയി വിളിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആന്റി പിന്നീട് എന്നോടൊന്നും ചോദിച്ചതുമില്ല. അടുത്ത ദിവസം രാവിലെ ആയിട്ടും അവൾ വന്നതുമില്ല. എന്നാൽ അടുത്ത ദിവസം ആന്റിയെ വിളിച്ച് ചോദിച്ചപ്പോൾ വെറോണി അവിടെ ചെന്നിട്ടില്ല എന്നാണ് ആന്റി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വെറോണിയെ ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു. പക്ഷേ അവൾ എവിടെ പോയെന്നറിയാൻ വയ്യ. അതുകൊണ്ട് ഞങ്ങൾ അവൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷേ പോയവൾ ഇങ്ങനെ വരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്ന് പറഞ്ഞ് ടോണി പൊട്ടിക്കരയും. എന്താ നിങ്ങൾ വെറോണിയെ കാണാതായിട്ട് കേസൊന്നും കൊടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ മുൻപും അവൾ പോയിട്ട് പിറ്റേ ദിവസം അവൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കംപ്ലൈന്റ് ഒന്നും കൊടുക്കാതിരുന്നത്. അഥവാ അടുത്ത ദിവസമെങ്കിലും വരുമെന്ന് ഞങ്ങൾ കരുതിയെന്ന് പറഞ്ഞിട്ട് ടോണി കരയുന്നു. ടോണി അവർക്ക് നല്ല സംശയമുണ്ടായിരുന്നു. എങ്കിലും ആശ്വസിപ്പിച്ചാണ് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. അങ്ങനെ വെറോണിയുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. അവിടേക്ക് പോലീസ് ഉദ്യോഗസ്ഥനും എത്തുന്നു. വെറോണിയുടെ ആന്റിയും അവിടെ ഉണ്ടായിരുന്നു. ആന്റിയോട് വെറോണിയെ കുറിച്ചുള്ള കാര്യം ചോദിക്കും. വെറോണി അവിടെ ഞായറാഴ്ച വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ വെറോണി എന്നെ കാണുവാൻ വന്നിട്ട് വർഷങ്ങളായി. ഇതുവരെയും അവൾ അവിടേക്ക് വന്നിട്ടില്ല. അവളുടെ അമ്മയ്ക്ക് അത് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കൂടുതലും അവൾ വരാതിരുന്നത്. അഥവാ അവൾ വരുന്നെങ്കിൽ എന്നെ മുൻപേ വിളിച്ചിട്ടേ വരൂ. അവൾ അങ്ങനെ വിളിച്ചതുമില്ല, എന്റെ വീട്ടിലേക്ക് വന്നിട്ടുമില്ല എന്ന് പറഞ്ഞ് ആന്റി പൊട്ടിക്കരയും. ഈ ഒരു വിവരമെല്ലാം പോലീസ് ഉദ്യോഗസ്ഥൻ ഉയർന്ന ഉദ്യോഗസ്ഥനെ വിളിച്ചറിയിക്കുകയാണ്. അങ്ങനെ വെറോണിയുടെ ശവസംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. പള്ളിയിൽ നിന്ന് വരുന്ന ടോണിയെ പോലീസുകാർ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നേരെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ലോഡ്ജിലേക്കും. അവിടെ കൊണ്ടുവന്ന് ടോണിയെ ഒരുപാട് തല്ലുന്നു. സത്യം പറയടാ, നീയല്ലേ ആ പെൺകുട്ടിയെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് ടോണി പറയുന്നുണ്ട്.
ആ സീൻ എവിടെ കട്ടായി രാവിലെ ജോഗിങ്ങിന് പോകുന്ന ഒരാളെയാണ് കാണിക്കുന്നത്. അയാളുടെ അടുത്ത് മറ്റൊരാൾ വന്നിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ക്രൈം നോക്കിയേ, കന്യാകുമാരിക്കടുത്ത് ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടി, 2 ദിവസമായിട്ടും ആ ഒരു കാര്യം ആരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് വെറോണിയുടെ ന്യൂസ് എടുത്ത് കാണിക്കുന്നു. അത് മറ്റാരുമല്ല, ചീഫ് ജസ്റ്റിസായ വിശ്വനാഥനായിരുന്നു. മറ്റൊരാൾ നമ്മുടെ നാടിന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണല്ലോ എന്ന് പറയുന്നത് കേട്ട വിശ്വനാഥൻ ഉടനെ തന്നെ SP വിളിച്ചിട്ട് വെറോണിയുടെ കേസ് എത്രയും വേഗം തെളിയിക്കണമെന്നും ആവശ്യപ്പെടുന്നു. ആ സീൻ അവിടെ കട്ടായി പോലീസ് ഉദ്യോഗസ്ഥനായ വിവേകിനെയാണ് കാണിക്കുന്നത്. വിവേക് ഇന്റലിജന്റും സത്യസന്ധനുമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. വിവേകിന് ഭാര്യയും ഒരു കുഞ്ഞുമുണ്ട്. ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വിവേക് വീട്ടിലേക്ക് എത്തുമ്പോൾ തന്റെ വീട്ടിലേക്കൊന്ന് പോകണമെന്നും അമ്മയെ ഒന്ന് കാണണമെന്നും ഭാര്യ പറയുന്നു. അതിനു വേണ്ടിയിട്ട് വിവേകിനെ ലീവ് എടുപ്പിക്കുന്നു. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു SP വിവേകിനെ വിളിക്കുന്നത്. എന്നിട്ട് വെറോണിയുടെ കേസിനെ കുറിച്ചുള്ള കാര്യം പറയും. ഞാൻ എന്തായാലും എന്റെ ഭാര്യ വീട്ടിൽ പോകുവാനായി നിൽക്കുകയാണെന്ന് പറയുമ്പോൾ, അത് വേറൊരു ദിവസം പോകാം, എന്തായാലും ഇത് അത്യാവശ്യമാണ്, ഈ ഒരു കേസ് നീ ഏറ്റെടുക്കണം, ഓഫീസിലേക്ക് വരണമെന്നും SP ആവശ്യപ്പെടുന്നു. വിവേകിന് ആകെ ടെൻഷൻ. വിവേക് ഈ ഒരു വിവരം ഭാര്യയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഭാര്യയ്ക്ക് നല്ല ദേഷ്യമുണ്ട്. അങ്ങനെ നേരെ സ്റ്റേഷനിലേക്കും എത്തുന്നുണ്ട്. ആദ്യം കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് രാമൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. രാമനാണെങ്കിൽ കേസ് ഫയൽ വിവേകിന് കൈമാറുന്നു. രണ്ടുപേരും ചേർന്നാണ് പിന്നീട് അങ്ങോട്ട് കേസ് അന്വേഷിക്കുന്നതും. രാമൻ വെറോണിയെ കുറിച്ച് പറയുന്നത് അവൾക്ക് ഏകദേശം ഒരു 19 വയസ്സൊക്കെ പ്രായം വരൂ, പക്ഷേ ആൺകുട്ടികളുമായിട്ട് വലിയ കമ്പനിയാണ് എന്നുള്ള രീതിയിലൊക്കെ വെറോണിയെ മോശമായിട്ട് സംസാരിക്കുന്നു. എന്നാൽ അത് കേൾക്കുമ്പോൾ വിവേകിന് വല്ലാതെ ദേഷ്യം വരികയാണ്. അവിടെ നിന്നും വിവേകിനെ രാമൻ നേരെ കൊണ്ടുപോകുന്നത് ലോഡ്ജിലേക്കാണ്. അവിടെ ടോണി ഉണ്ടല്ലോ, ടോണിയോട് വിവേക് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. എന്നാൽ ടോണി പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. നിങ്ങൾ ആരോ കള്ളം പറയുകയാണ്, ഒന്നീ വെറോണി കള്ളം പറഞ്ഞതാകാം, അല്ലെങ്കിൽ നീ കള്ളം പറയുന്നു, അല്ലെങ്കിൽ അവളുടെ ആന്റി കള്ളം പറയുന്നതാകാം, അത് ഞങ്ങൾ കണ്ടുപിടിച്ചോളാമെന്ന് പറയുകയാണ്. മാത്രമല്ല വെറോണിയുടെ ഡെഡ് ബോഡിയുടെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ പരിശോധിച്ച് നോക്കുന്നു. അതിനുശേഷം നേരെ എത്തുന്നത് വെറോണിയുടെ അമ്മ നടത്തുന്ന ലോഡ്ജിലേക്കാണ്. അവിടെ വെറോണിക്ക് വേണ്ടിയിട്ട് പ്രയറും നടക്കുന്നുണ്ട്. അവരെ ആരെയും ശല്യം ചെയ്യാതെ വെറോണിയുടെ റൂമിലേക്കാണ് വിവേക് എത്തുന്നത്. അവിടെ മാഗി പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഗിത്താറിന്റെ സ്ട്രിങ്ങും കിട്ടുന്നു. അതുമായിട്ട് നേരെ വെറോണിയുടെ അമ്മയ്ക്കടുത്തേക്ക് എത്തുന്ന വിവേക് വെറോണി ആരുമായിട്ടെങ്കിലും പ്രണയത്തിലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, അവൾ കാണാൻ നല്ല പെൺകുട്ടിയാ, അതുകൊണ്ട് ഒരുപാട് പയ്യന്മാർ അവളുടെ പിന്നാലെ നടക്കുമായിരുന്നു, അവളും അവരോടൊക്കെ ഫ്രീ ആയിട്ട് സംസാരിക്കും, നാട്ടുകാർ അവളെ കുറിച്ച് മോശമായിട്ടൊക്കെ പറയുന്നത് കൊണ്ടാണ് ഞാൻ അവളുടെ വിവാഹം ഉറപ്പിക്കുവാനായിട്ടും തീരുമാനിച്ചത്, ടോണി നല്ല പയ്യനാ, അതുകൊണ്ടാണ് ടോണിയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചത് എന്നുള്ള കാര്യമാണ് വെറോണിയുടെ അമ്മ പറയുന്നത്. അല്ല, വെറോണി അന്നേ ദിവസം ഇവിടെ നിന്ന് പോയപ്പോൾ അവളുടെ ആന്റിയെ വിളിക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ആന്റിയെ വിളിച്ചില്ല, ഞാൻ സർപ്രൈസ് ആയിട്ട് ആന്റിയെ കാണാൻ പോവുകയാണെന്നാണ് വെറോണി പറഞ്ഞത്. ടോണിയെ കൂട്ടിന് കൊണ്ടുപോകുവാനായിട്ട് പറഞ്ഞിട്ട് പോലും അവൾ കേട്ടില്ല. ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാം, അപ്പോൾ ടോണി വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് വെറോണി ഇവിടെ നിന്ന് പോയതെന്ന് പറഞ്ഞ് അമ്മ പൊട്ടിക്കരയുന്നു. വിവേകിനെ ടെക്നിക്കലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പയ്യനുണ്ട്. ആ പയ്യന്റെ കയ്യിൽ വെറോണിയുടെ ഫോട്ടോയും ഫോൺ നമ്പറും ഏൽപ്പിച്ച വിവേക് ഞായറാഴ്ച ദിവസത്തെ വെറോണിയുടെ കോൾ ഡീറ്റെയിൽസ് എല്ലാം എടുക്കണമെന്നും ആവശ്യപ്പെടുന്നു. അതേസമയം വെറോണിയുടെ ഫോട്ടോ കണ്ട ആ പയ്യനാണെങ്കിൽ, ഈ പെൺകുട്ടി മരിച്ചുപോയല്ലോ, ഇവളുടെ വീഡിയോ ആണ് ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലുള്ളതെന്നും പറഞ്ഞ് വീഡിയോ കാണിക്കുന്നു. അത് ടിക്ടോക്കിൽ വെറോണി ചെയ്തൊരു വീഡിയോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ വീഡിയോ ഷെയർ ചെയ്ത് വാങ്ങുകയാണ് വിവേക്. അതിനുശേഷം നേരെ പോകുന്നത് വെറോണിയുടെ ഡെഡ് ബോഡി കിടന്ന സ്ഥലത്തേക്കും. ഇതൊരു വിജനമായ സ്ഥലമാണല്ലോ, ഇവിടെ എങ്ങനെയായിരിക്കാം ആ പെൺകുട്ടി വന്നെത്തിപ്പെട്ടിട്ടുണ്ടാവുക? ഒന്നുകിൽ ആരോ അവളെ ഇവിടേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ പരിചയമുള്ള ആരോടൊപ്പമോ അവൾ വന്നിട്ടുണ്ടാവും. അതായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക. എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ വല്ലാത്ത കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് വിവേക്. അതേസമയം വരുന്ന വഴിയിൽ ഒരു പാറയിൽ നിന്നും വെറോണിയുടെ ഡ്രസ്സിന്റെ ഒരു കഷ്ണം കിട്ടുന്നു. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ അവർ ചിന്തിക്കുകയാണ്. ആ ഒരു സീൻ അവിടെ കട്ടായി എഴുത്തുകാരനായിട്ടുള്ള നാസറിനെ കാണിക്കുന്നു. നാസറിനെയാണ് കഥ തുടങ്ങുമ്പോൾ കാണിക്കുന്നത്. നാസറിന് എങ്ങനെയാണ് വെറോണിയെ പരിചയമെന്നതാണ് കാണിക്കുന്നത്. നാസർ ആണെങ്കിലോ തന്റെ കഥയെഴുത്തുമായി ബന്ധപ്പെട്ട് ഏഞ്ചൽ ലോഡ്ജിൽ വന്നാണ് റൂം എടുക്കുന്നത്, അതായത് വെറോണിയുടെ അമ്മ നടത്തുന്ന ലോഡ്ജിൽ. അവിടെ വന്ന് റൂം എടുക്കുമ്പോൾ പ്രത്യേകം പറയുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് കാറ്റ് കയറുന്ന റൂമായിരിക്കണം, നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ കഴിയുന്ന റൂമായിരിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ 2ാമത്തെ നിലയിലെ റൂമാണ് അയാൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അതേസമയമായിരുന്നു കോളേജിൽ പോയിട്ട് വെറോണി തിരികെ വരുന്നത്. വെറോണിയോട് നാസറിന്റെ റൂമൊക്കെ കാണിച്ചു കൊടുക്കുവാനായിട്ടും ആവശ്യപ്പെടുകയാണ്. അങ്ങനെ വെറോണി നാസറിന്റെ റൂമൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നു. വെറോണിയാണെങ്കിലോ എല്ലാവരോടും സംസാരിക്കുന്ന ടൈപ്പല്ലേ. നാസറിനോടും ഒരുപാട് സംസാരിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അന്നേ ദിവസം രാത്രി നാസർ കഥ എഴുതുവാനായി ഇരിക്കും. അതേസമയം വെറോണിയും അമ്മയും കൂടി വലിയ വഴക്ക് നടക്കുകയാണ്. വഴക്കെല്ലാം കഴിഞ്ഞ് വെറോണി ടെറസിലേക്ക് എത്തുമ്പോഴോ അവിടെ നാസർ നിൽക്കുന്നുണ്ട്. എന്താ അമ്മയുമായിട്ടുള്ള പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ, അത് എപ്പോഴും ഉള്ളതാണ്, എന്റെ 6 വയസ്സിലാണ് അച്ഛൻ മരിച്ചുപോയത്, അന്നു മുതൽ അമ്മ ഇങ്ങനെയാണ്.
അതെല്ലാം മാറുമെന്നുള്ള കാര്യം നാസർ പറയുമ്പോൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല. അമ്മ എന്നെ ഇപ്പോൾ കല്യാണം കഴിപ്പിക്കുവാനായി നോക്കുകയാ. എനിക്കാണെങ്കിലോ ആ ടോണിയെ ഒട്ടും ഇഷ്ടമേ അല്ല. ടോണിയെ വിവാഹം കഴിച്ചാൽ ഞാൻ അമ്മയ്ക്കൊപ്പം നിൽക്കണം. അമ്മയ്ക്കൊപ്പം നിൽക്കാതിരിക്കാൻ ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാൻ ഞാൻ റെഡിയാ. പക്ഷേ ടോണിയെ കെട്ടിയാൽ അമ്മയ്ക്കൊപ്പം നിൽക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ടാണ് ടോണി എനിക്ക് ഇഷ്ടമല്ലാത്തത്. അമ്മയിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് നിങ്ങൾ എന്നെ പ്രപ്പോസ് ചെയ്താലും ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാനും റെഡിയാണെന്നായിരുന്നു അവളുടെ മറുപടി. അത് കേട്ടതും നാസർ ഷോക്കായി പോകും. വെറോണി പൊട്ടിച്ചിരിക്കുകയാണ്. ആ സീൻ അവിടെ കട്ടായി വിവേകിനെയാണ് കാണിക്കുന്നത്. വിവേക് ഇപ്പോൾ വന്നിരിക്കുന്നത് വെറോണിയുടെ ഫോട്ടോ ആദ്യം പത്രത്തിൽ നിന്നും ഐഡന്റിഫൈ ചെയ്ത പയ്യനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. അതായത് റോഹന്റെ കൂട്ടുകാരൻ. നിനക്ക് എങ്ങനെയാണ് ഈ പെൺകുട്ടിയെ പരിചയം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ അവളെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് ചർച്ചിൽ കാണാറുണ്ട് എന്നതായിരുന്നു അവന്റെ മറുപടി. അല്ല, ആ പെൺകുട്ടിക്ക് ആരെങ്കിലുമായിട്ട് അഫെയർ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നായിരുന്നു അവന്റെ മറുപടി. അതേ സമയമായിരുന്നു ആ ടെക്നിക്കലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പയ്യനില്ലേ, ആന്റണി, അവനിൽ നിന്നും വിവേകിന് കോൾ വരുന്നത്. സർ, ഞായറാഴ്ച ദിവസം 12 കോൾ വന്നിട്ടുണ്ട്. അതിൽ 7 എണ്ണം വെറോണി അങ്ങോട്ട് ചെയ്തതും ബാക്കി അവൾക്ക് ഇങ്ങോട്ട് വന്നതുമാണെന്നുള്ള കാര്യം ആ പയ്യൻ പറയുന്നു. സോഷ്യൽ മീഡിയ അക്കൗണ്ട് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വെറോണിക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒന്നുമില്ല, പക്ഷേ മറ്റാരുടെയോ അക്കൗണ്ട് വഴിയാണ് അവളുടെ ടിക്ടോക്ക് വീഡിയോ പോസ്റ്റ് ആയിരിക്കുന്നതെന്നും ആ ഒരു പയ്യൻ പറയുന്നു. ഇതെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് വിവേകിനൊരു കാര്യം ഓർമ്മ വരുന്നത്. റോഹന്റെ കൂട്ടുകാരനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ആരോ തങ്ങളെ നിരീക്ഷിക്കുന്നത് പോലെയും പോലീസ് അടുത്തു വരുമോ എന്ന് പേടിച്ച് ഓടുന്നത് പോലെയുമൊക്കെ വിവേക് ഒരാളുടെ രൂപം കണ്ടിരുന്നു. അതാരാണെന്ന് വിവേക് ചിന്തിക്കും. അതേ സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ CCTV ഫുട്ടേജ് ഒക്കെ ചെക്ക് ചെയ്യുകയാണ്. അതിൽ നിന്നും ഓടിപ്പോയ പയ്യൻ മറ്റാരുമല്ല, റോഹനാണെന്നുള്ള കാര്യം വിവേകിന് മനസ്സിലായി. റോഹന്റെ കൂട്ടുകാരനെയാണല്ലോ ആദ്യം പിടിച്ച് ചോദ്യം ചെയ്തത്. അവൻ അടുത്തേക്ക് തന്നെ വന്നിട്ട് CCTV ഫുട്ടേജ് കാണിച്ചു കൊടുത്തിട്ട് ഈ പയ്യനെ അറിയുമോ എന്ന് ചോദിക്കും. ഇല്ല എന്നായിരുന്നു ആ പയ്യൻ പറയുന്നത്. അവനിട്ട് 2 കൊടുക്കുമ്പോഴോ അത് റോഹനാണെന്നുള്ള കാര്യം അവൻ സമ്മതിക്കുന്നു. റോഹന്റെ വീട്ടിലേക്ക് ചെന്ന വിവേക് റോഹനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അന്നേ ദിവസം രാത്രി ഉറങ്ങുവാനായി കിടക്കുന്ന വിവേക് വെറോണിയുടെ ടിക്ടോക്ക് വീഡിയോ കാണുന്നു. വീഡിയോ കാണുന്ന വിവേകിന് എന്തൊക്കെയോ ഐഡിയ തോന്നുകയാണ്. അടുത്ത ദിവസം രാവിലെ മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അതായത് വെറോണി ടിക്ടോക്ക് ഷൂട്ട് ചെയ്ത അതേ സ്ഥലത്തേക്ക്. അതൊരു കാടായിരുന്നു. കാടിനുള്ളില് ചെറിയൊരു വീടുമുണ്ട്. വലിയ വലിയ പാറകളും ഒക്കെയുണ്ട്. ആ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കാറായ വീടിനുള്ളിൽ കയറി പരിശോധിക്കുന്ന സമയത്ത് വെറോണിയുടെ ഡ്രസ്സിന്റെ ഒരു കഷ്ണം അവിടെ നിന്ന് കിട്ടുകയാണ്. അപ്പോൾ ഇവിടെ എന്തോ നടന്നിട്ടുണ്ട്. അത് കണ്ടുപിടിക്കണമെന്നും വിവേക് തീരുമാനിക്കുന്നു. ഉടനെ തന്നെ ഫോറൻസിക് ഉദ്യോഗസ്ഥനെ അവിടേക്ക് വരുത്തിക്കുകയാണ്. ഫോറൻസിക് ഉദ്യോഗസ്ഥനും പരിശോധന ആരംഭിക്കുന്നു. അതേ സമയമായിരുന്നു ആ ഒരു ഏരിയയിലെ അത് മുഴുവൻ നോക്കി നടത്തുന്ന ഒരു സ്ത്രീയെ പോലീസ് ഉദ്യോഗസ്ഥൻ കൂട്ടിക്കൊണ്ടുവരുന്നത്. സാറേ, ഇവരാണ് ഈ ഒരു സ്ഥലമെല്ലാം നോക്കി നടത്തുന്നത്. ഇവരോടൊന്ന് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞ് വെറോണിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഈ പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, സാറേ, ഒരുപാട് പയ്യന്മാരും പെൺകുട്ടികളും ഇവിടെ വരാറുണ്ട്. കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അവരോട് എത്രയും വേഗം ഇവിടെ നിന്ന് പോകാൻ പറയും. എന്നാൽ ഞായറാഴ്ച ദിവസം ഈ പെൺകുട്ടി ഒരു പയ്യനൊപ്പം ഇവിടെ വന്നിരുന്നു. ദേ, ആ കാണുന്ന പാറയുടെ മുകളിൽ വരെ അവർ പോയി. പിന്നീട് താഴെ വന്ന് എന്റെ വീട്ടിൽ വന്ന് വെള്ളം കുടിച്ചിട്ടാണ് അവർ പോകുവാനായി ഇറങ്ങിയത്. ഞാൻ പറഞ്ഞു എത്രയും വേഗം ഇവിടെ നിന്ന് പോകണം, കാട്ടുമൃഗങ്ങളൊക്കെ ഇറങ്ങുമെന്ന്. അതനുസരിച്ച് അവരിവിടെ നിന്ന് പോവുകയാണ് ചെയ്തതെന്നും ആ ഒരു സ്ത്രീ പറയുന്നു. ആളിനെ കാണാൻ ഇതുപോലെയാണോ എന്ന് ചോദിച്ച് റോഹന്റെ ഫോട്ടോ കാണിക്കുമ്പോൾ അല്ല, ഇതൊരു ചെറിയ പയ്യനല്ലേ. പക്ഷെ ആ പെൺകുട്ടിക്കൊപ്പം കണ്ടത് അത്യാവശ്യം പ്രായമുള്ള ഒരാളിനെയാ. നല്ല പൊക്കമുണ്ട്, കറുത്തിട്ടാണ് രൂപമെന്നും ആ സ്ത്രീ പറയുന്നു. അതേ സമയമായിരുന്നു ഫോറൻസിക് ഉദ്യോഗസ്ഥൻ ഓടി വന്നിട്ട് വിവേകിനെയൊക്കെ ആ പഴയ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെ നിന്നും രക്തത്തുള്ളികൾ കണ്ടെത്തിയിരുന്നു. ആ ഒരു രക്തത്തുള്ളി വെറോണിയുടേതാണോന്ന് അന്വേഷിക്കുവാനായിട്ട് അയക്കുവാനായിട്ടും ഫോറൻസിക് ഉദ്യോഗസ്ഥനോട് പറയും. വിവേകിനെ ഉയർന്ന ഉദ്യോഗസ്ഥൻ വിളിപ്പിക്കുകയാണ്. ഉയർന്ന ഉദ്യോഗസ്ഥനെ കാണുവാനായി എത്തുന്ന വിവേകിനോട്, ഞാൻ ഇതുവരെയും ആരോടും ഒരു ഹെൽപ്പും ചോദിച്ചിട്ടില്ല, പക്ഷേ നിന്നോടൊരു ഹെൽപ്പ് ചോദിക്കുകയാണ്. നീ എഫിഷ്യന്റ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ആ അച്ഛന്റെയും മകന്റെയും കരച്ചിൽ കണ്ടിട്ട് എനിക്ക് അവരെ സഹായിക്കാതിരിക്കാൻ തോന്നിയില്ല. വാർത്തയൊക്കെ കണ്ട് പേടിച്ചത് കൊണ്ടാണ് അവൻ നിങ്ങളെയൊക്കെ കണ്ടിട്ട് അന്ന് പേടിച്ചോടിയതെന്നും ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നു. ഇതാണ് അവർ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞ് അച്ഛനെയും മകനെയും അവിടേക്ക് വിളിപ്പിക്കുകയാണ്. റോഹനും അച്ഛനുമായിരുന്നു അത്. റോഹനോട് തനിയെ സംസാരിക്കണമെന്ന് പറഞ്ഞ് റോഹനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. നീയും വെറോണിയും തമ്മിൽ പ്രണയത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നാണ് റോഹൻ പറയുന്നത്. അല്ല, നാട്ടുകാരെല്ലാവരും പറയുന്നത് നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്നായിരുന്നല്ലോ. അത് ഞാൻ അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ പറഞ്ഞതാ. അവളെ ഒരുപാട് ആൺപിള്ളേർ നോക്കുന്നുണ്ട്. ആരും അവളെ നോക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വെറോണിക്ക് ഗിത്താറൊക്കെ വായിക്കാൻ ഇഷ്ടമാ. അതുകൊണ്ടാ അവൾ എന്നോട് അവളുടെ വീട്ടിലേക്ക് വരാനൊക്കെ പറഞ്ഞതെന്നും റോഹൻ പറയുന്നു.
അല്ല, വെറോണി നിന്നെ പ്രണയിച്ചിട്ടുണ്ടോ എന്ന് വിവേക് ചോദിക്കുമ്പോൾ അവൾ എന്നെ പ്രണയിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവനൊരു കാര്യം പറയുന്നത്. അന്നേ ദിവസം ഗിത്താർ വായിക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും കിസ് അടിക്കുന്നതായി കാണിച്ചില്ലേ? സത്യത്തിൽ അത് എനിക്ക് ഗിഫ്റ്റായിട്ട് ഒരു ഉമ്മ തരുമോ എന്ന് റോഹൻ പറയുന്ന സമയത്ത് കവളിൽ ഉമ്മ കൊടുക്കുവാനായിട്ട് വെറോണി പോകും. എന്നാൽ റോഹനാണെങ്കിലോ ലിപ് കിസ് അടിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ദേഷ്യമെന്ന വെറോണി അവനെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് താഴേക്ക് പോകും. അവളെ സമാധാനിപ്പിക്കുവാനായി പോകുന്ന റോഹനാണെങ്കിലോ വീണ്ടും അവളെ പിടിച്ച് കിസ് ചെയ്യുവാനായി ഒരുങ്ങുകയാണ്. വെറോണി അവനിട്ട് നല്ലത് കൊടുക്കും. അവൾക്കും എന്നെ ഇഷ്ടമാണെന്ന് കരുതിയാ ഞാൻ അങ്ങനെ ചെയ്യുവാനായിട്ട് ഒരുങ്ങിയത്. അല്ലാതെ അവൾക്ക് എന്നെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം റോഹൻ തുറന്നു പറയുന്നു. അവൾ വിവാഹം കഴിക്കുവാനായിട്ട് ഇരുന്നത് ടോണിയല്ലേ? ടോണിയെ പറ്റി വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ടോണിയുടെ കാര്യം പറയുവാനായിട്ട് തുടങ്ങുന്ന സമയത്തെത്രയും എന്നോടതൊന്നും പറയരുതെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറും. അവൾ വേറെ ആരെങ്കിലും പ്രണയിച്ചിരുന്നോ എന്ന് വിവേക് ചോദിക്കുമ്പോൾ മറ്റാരെയും അവൾ പ്രണയിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് റോഹൻ പറയുന്നത്. വെറോണിയുടെ ഡ്രസ്സിന്റെ പീസൊക്കെ കിട്ടിയിരുന്ന കാടിനുള്ളിലുള്ള ആ ഒരു ചെറിയ ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായിട്ടുള്ള വീടില്ലേ, ആ ഒരു വീടിനെ കുറിച്ച് പോലീസ് ഉദ്യോഗസ്ഥരോട് ആദ്യം പറഞ്ഞു കൊടുത്തത് ഒരു ഡോക്ടറായിരുന്നു. ആ ഡോക്ടറിനെ കാണുവാൻ വേണ്ടിയിട്ട് വിവേകും രാമനും എത്തുകയാണ്. സാർ എങ്ങനെയാണ് അന്ന് ആ ഒരു തുണിയുടെ കഷ്ണം അവിടെ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആ ഒരു കാടിനടുത്തായിട്ട് ചെറിയ എസ്റ്റേറ്റ് ഉണ്ട്. എസ്റ്റേറ്റ് നോക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും അവിടേക്ക് പോകാറുണ്ട്. അങ്ങനെ പോകുന്ന സമയത്താണ് ആ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീടിനുള്ളിൽ നിന്നും ഈ ചെറിയ തുണിക്കഷ്ണം കണ്ടെത്തിയത്. അങ്ങനെ എനിക്ക് സംശയം തോന്നിയാണ് ഞാൻ പോലീസിൽ വിവരം അറിയിച്ചതെന്നും ഡോക്ടർ പറയുന്നു. വിവേക് തന്റെ കണ്ടെത്തലുകൾ ഡോക്ടറിനോട് പറയുകയാണ്. ആ പെൺകുട്ടി അന്ന് അവിടേക്ക് ചെന്നത് ഒരു പയ്യനൊപ്പമാണെന്ന് പറയുന്നുണ്ട്. അഥവാ അവളെ കൊല്ലുവാനായിട്ടാണ് അവൻ അവിടേക്ക് കൊണ്ടുപോയതെങ്കിൽ ഉറപ്പായിട്ടും അവളെ കൊന്നിട്ട് അവിടെ ഉപേക്ഷിക്കുമായിരുന്നു. പക്ഷേ അവളുടെ ഡെഡ് ബോഡി കിട്ടിയത് വേറെ സ്ഥലത്തു നിന്നാണ്. ഒന്നുകിൽ ആ നാട്ടിൽ തന്നെയുള്ള ആരോ കൊന്നിട്ട് അവിടെ നിന്നും ദൂരെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു കാണും. അതായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്ന് വിവേക് പറയുന്നു. ഇടിഞ്ഞു പൊളിഞ്ഞ വീടും കാടുമൊക്കെ നോക്കി നടത്തുന്ന ഒരു സ്ത്രീ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അവർക്ക് 3 ആൺമക്കളുണ്ട്. ആ 3 ആൺമക്കളും കാട്ടിലൊക്കെ വേട്ടയാടിയാണ് ജീവിക്കുന്നതും. ഇനി അവരായിരിക്കുമോ ഇതിന് പിന്നില് എന്നുള്ള സംശയം ഡോക്ടർ വിവേകിനോട് പറയുന്നു. അത് ഉറപ്പിക്കണമെങ്കിൽ ബ്ലഡ് സാമ്പിളിന്റെ റിസൾട്ട് വരണമെന്ന് വിവേക് പറയുമ്പോൾ എന്തിനാ അത്രയും താമസിക്കുന്നത്, അവരെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യണമെന്നും ഡോക്ടർ പറയുന്നു. അതനുസരിച്ച് 3 മക്കളിൽ മൂത്തവനെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുകയാണ്. അയാൾക്കാണെങ്കിലോ വല്ലാത്ത ദേഷ്യം. ഡെഡ് ബോഡി അവിടെ നിന്ന് കിട്ടിയോ ഇല്ലല്ലോ, പിന്നെ എന്തർത്ഥത്തിലാണ് എന്നെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാണ് അവൻ വല്ലാതെ ബഹളമുണ്ടാക്കുന്നത്. അതേ സമയമായിരുന്നു ഫോറൻസിക് ഉദ്യോഗസ്ഥരിൽ നിന്നും കോൾ വരുന്നത്. ബ്ലഡ് സാമ്പിളിന്റെ റിസൾട്ട് വന്നു. അത് മനുഷ്യന്റെ ബ്ലഡ് അല്ല, മൃഗത്തിൻ്റെതാണെന്ന്. അതോടുകൂടി ഇനി അയാളെ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. അയാളെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. വെറോണിയെ 1 വർഷം മുൻപ് കാണാതെ പോയെന്ന് പറഞ്ഞ് അവർ കംപ്ലൈന്റ് കൊടുത്തിരുന്നല്ലോ. നേരത്തെ ടോണി പറഞ്ഞിരുന്നു ഇടയ്ക്ക് വെറോണി വീട്ടിൽ നിന്നും ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തെന്ന്. ആ ഒരു FIR ഫയലും എടുത്ത് പരിശോധിച്ച് നോക്കുകയാണ്. ആ സീൻ അവിടെ കട്ടായി വെറോണി എന്ന് കാണാതായ ദിവസത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. രാവിലെ വെറോണി അന്വേഷിച്ചിറങ്ങുകയാണ് വെറോണിയുടെ അമ്മ. അവളെ എത്ര തന്നെ വിളിച്ചിട്ടും അവളെ അവിടെ ഒന്നും കാണുന്നതേയില്ല. അതേ സമയമായിരുന്നു അവിടെ പുതുതായിട്ട് താമസത്തിന് വന്നതായിരുന്നു ഈ ടോണി. ടോണിയാണെങ്കിലോ വെള്ളമില്ല എന്ന് പരാതി പറയുവാനായി വരുന്ന സമയത്താണ് വെറോണിയുടെ അമ്മ വെറോണിയെ അന്വേഷിക്കുന്നത്. ടോണിയും അങ്ങനെ കൂടെ ചേരുകയാണ്. വെറോണിയെ ഒരുപാട് അന്വേഷിച്ചിട്ടും കാണാത്തത് കൊണ്ട് തന്നെ ടെൻഷനായ അമ്മ ടോണിയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കംപ്ലൈന്റ് കൊടുക്കുന്നു. എന്നിട്ടൊരു കോൺസ്റ്റബിളിന്റെ സഹായത്തോടു കൂടി ലോഡ്ജ് മുഴുവൻ പരിശോധിക്കുകയാണ്. പക്ഷേ വെറോണി അവിടെയൊന്നും കണ്ടില്ല. അത് കാരണം വെറോണിയുടെ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേ ദിവസം രാത്രി വെറോണി തന്റെ റൂമിൽ എന്തൊക്കെയോ പരിശോധിക്കുകയും അമ്മയെ കണ്ട് ഷോക്കായി നിൽക്കുകയും ചെയ്യുന്നു. ആ സീൻ അവിടെ കട്ടായി വിവേകിനെയാണ് കാണിക്കുന്നത്. വിവേക് തന്നെ ഹെൽപ്പ് ചെയ്യുന്ന അലക്സിനൊപ്പം നിന്ന് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അലക്സ് ആണെങ്കിലോ വെറോണിയുടെ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. വിവേക് പറയുന്നത് അവളുടെ അമ്മ പെട്ടെന്നൊരു ദിവസം വന്ന് കംപ്ലൈന്റ് പിൻവലിച്ചു. വെറോണി വന്നോ, അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്നൊന്നും പറയാതെയാണ് കംപ്ലൈന്റ് പിൻവലിച്ചത്. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ചിന്തിക്കുന്നു. അതിനുശേഷം നേരെ പോകുന്നത് വെറോണിയുടെ കോളേജിലേക്കാണ്. വെറോണിയുടെ കൂട്ടുകാരികളോടൊക്കെ വെറോണിയെ കുറിച്ച് അന്വേഷിക്കും. ടോണിയെ കുറിച്ച് ചോദിക്കുമ്പോഴോ ടോണി അവൾക്ക് ഒട്ടും ഇഷ്ടമേയല്ല. ടോണിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വിഷയം മാറ്റും. അവൾക്ക് ഈ ഒരു വിവാഹത്തിനും താല്പര്യമില്ല എന്നുള്ള കാര്യമൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നുവെന്നും കൂട്ടുകാരി പറയുന്നു. വിവേകിന് ടോണിയെ നല്ല സംശയം തോന്നുന്നു. ടോണിയുടെ കോൾ ഡീറ്റെയിൽസ് എടുക്കുവാനായിട്ടും അലക്സിനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അലക്സ് കോൾ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടുവന്ന് വിവേകിനെ ഏൽപ്പിക്കും. വെറോണി കാണാതായ ദിവസം ഒരു നമ്പറിൽ നിന്നും ഒരുപാട് കോൾ വന്നിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കുമ്പോഴോ ടോണി എനിക്കറിയത്തില്ല, പക്ഷേ എന്റെ കൂട്ടുകാരൻ അറിയാമെന്നായിരുന്നു കോൾ എടുത്ത പയ്യൻ പറയുന്നത്. ആ പയ്യനാണെങ്കിലോ വിവേകിന് തന്റെ കൂട്ടുകാരന്റെ നമ്പരും കൊടുക്കുന്നു. ആ സീൻ അവിടെ കട്ടായി വെറോണിയെ കാണാതായ ദിവസത്തെ കാര്യമാണ് കാണിക്കുന്നത്.
വെറോണിയാണെങ്കിലോ തന്റെ ആന്റിയുടെ വീട്ടിൽ പോകുവാനായിട്ട് റെഡിയായി നിൽക്കുന്ന സമയം ടോണിക്കടുത്തേക്ക് വരികയാണ്. ടോണിയാണെങ്കിൽ തന്റെ കൂട്ടുകാരനൊപ്പം മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്റെ ആന്റിക്കടുത്തേക്ക് പോവുകയാണ്, 7 മണിയാകുമ്പോൾ എന്നെ വന്ന് വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. ആ സീൻ അവിടെ കട്ടായി വിവേകിനെയാണ് കാണിക്കുന്നത്. വിവേക് ഉയർന്ന ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് ടോണിയെ ചോദ്യം ചെയ്യണം, അതിനു വേണ്ടിയിട്ടുള്ള അനുമതി നൽകണമെന്നും പറയുന്നു. അങ്ങനെ ഉയർന്ന ഉദ്യോഗസ്ഥൻ അനുമതി നൽകുകയാണ്. അതനുസരിച്ച് ഏഞ്ചൽ ലോഡ്ജിലേക്ക് എത്തുകയാണ് വിവേകും കൂട്ടരും. ടോണി അവിടെ ആകെ അന്വേഷിക്കും. ടോണിയെ അവർ ലോഡ്ജിൽ അന്വേഷിക്കുന്ന സമയത്ത് വെറോണിയുടെ ഡെഡ് ബോഡി കിട്ടിയ സ്ഥലമാണ് കാണിക്കുന്നത്. അവിടുത്തെ ടോണിയുടെ ബൈക്ക് കിടക്കുന്നുണ്ട്, ചെരുപ്പ് കിടക്കുന്നുണ്ട്. ടോണിയും അവിടെ കഴുത്തറുത്ത നിലയിൽ മരണപ്പെട്ട് കിടക്കുകയാണ്. ടോണിയുടെ കയ്യിൽ കത്തിയുമുണ്ട്. ടോണിയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ്. ടോണി ആത്മഹത്യ ചെയ്തതാണെന്ന നിഗമനത്തിലും പോലീസുകാർ എത്തിച്ചേരുന്നു. അതുകൊണ്ട് തന്നെ ടോണിയെ സംശയമുണ്ടായിരുന്ന പോലീസുകാർ ടോണിയാണ് വെറോണിയുടെ മരണത്തിന് പിന്നിലെന്ന് കേസും ക്ലോസ് ചെയ്യുകയാണ്. പക്ഷെ എന്നാലും വിവേകിന് നല്ല ടെൻഷനുണ്ട്. വിവേകിന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടോണിയല്ല ഇതിന് പിന്നിലെന്നാണ്. വെറോണിയുടെ മരണത്തിന് പിന്നില് മറ്റാരോ ഉണ്ടെന്നുള്ള സംശയം വിവേകിന് നല്ല രീതിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ടോണിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ വിവേകിനെ വിളിക്കുന്നത്. ടോണി മരിക്കുന്നതിന് മുൻപ് അമിതമായിട്ട് മദ്യപിച്ചിരുന്നു. അവൻ കുടിച്ചത് വെച്ചാണെങ്കിൽ അതിൽ തന്നെ അവൻ മരിക്കാനായിട്ടുള്ള കാരണമുണ്ട്. പക്ഷേ അതിനു മുൻപാണ് കഴുത്തറുത്തിരിക്കുന്നത്. അതിന് പിന്നിൽ വേറെന്തോ കാരണമുണ്ട്. മാത്രവുമല്ല ടോണിയുടെ ചൂണ്ടുവിരലിലായിട്ട് നീല കളർ മഷിയും പരന്നിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. നിങ്ങൾ എന്തായാലും ടോണിയുടെ പേരിൽ കേസൊക്കെ അങ്ങ് ക്ലോസ് ചെയ്തില്ലേ എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നു. അതെല്ലാം കേൾക്കുന്നതോടുകൂടി വിവേകിന് നല്ല സംശയമുണ്ടാവുകയാണ്. വിവേക് കേസ് റീഓപ്പൺ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് SP അടുത്തേക്ക് എത്തുന്നു. പക്ഷേ SP ആണെങ്കിൽ അതിനൊട്ടും സമ്മതിക്കുന്നതേയില്ല. IG ഒരു കേസ് ഫയൽ ക്ലോസ് ചെയ്തതാണ്, ഇനി നമ്മളായിട്ട് അത് ഓപ്പൺ ചെയ്യേണ്ട എന്ന് പറഞ്ഞാണ് വിവേകിനെ വഴക്ക് പറയുന്നത്. വിവേകിന് ആകെ ടെൻഷൻ. വീട്ടിലെത്തിയിട്ടും വിവേകിന് സമാധാനമേ ഇല്ല. വിവേക് തന്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്ന പയ്യനോട് ഈ ഒരു കാര്യമൊക്കെ പറയുന്നു. മാത്രവുമല്ല ഈ ടോണി മരിക്കുന്നതിന് മുൻപായിട്ട് ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിരുന്നു. ആ ഒരു കുറിപ്പ് വിവേകിന്റെ കൈവശം കിട്ടിയിരുന്നു. അതവൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കുറിപ്പ് ആ പയ്യന് കാണിച്ചു കൊടുക്കുകയാണ്. ആത്മഹത്യാക്കുറിപ്പിൽ ടോണി എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു: വെറോണി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ നീ ഇതുവരെയും എന്നെ ഒന്ന് സ്നേഹിച്ചിട്ട് പോലുമില്ല. എന്നാൽ എല്ലാവരും പറയുന്നത് ഞാനാണ് നിന്നെ കൊന്നതെന്ന്. എനിക്കൊരിക്കലും അത് ചെയ്യാൻ കഴിയില്ല. കാരണം എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അന്ന് ഞാൻ നിനക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ജീവിതത്തിൽ എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, നിനക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല. മരിച്ചിട്ടെങ്കിലും എനിക്ക് നിനക്കൊപ്പം നിൽക്കാൻ കഴിയുമല്ലോ. ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. ഞാൻ എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന് ആരും അന്വേഷിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ലെറ്റർ അവസാനിപ്പിക്കുന്നത്. അത് ഫോട്ടോ എടുത്ത് വെച്ചിരുന്നത് വിവേക് ആ പയ്യന് കാണിക്കുകയായിരുന്നല്ലോ. അതിന്റെ യഥാർത്ഥ ലെറ്റർ ആണെങ്കിൽ SP കൈവശം ഉണ്ടായിരുന്നു. പക്ഷേ SP എങ്ങനെയെങ്കിലും കേസ് ക്ലോസ് ചെയ്യണമല്ലോ. അതുകൊണ്ട് SP അത് കത്തിച്ച് കളയുകയാണ് ചെയ്തത്. ഈ കാര്യമെല്ലാം വിവേക് ഹെൽപ്പർ പയ്യനോട് പറയും. സാറ് കേസ് അന്വേഷിക്കണമെന്ന് ആ പയ്യൻ സപ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെ വിവേക് ആണെങ്കിലോ കേസ് അന്വേഷിക്കുവാനായി ആരംഭിച്ചു. വിവേക് നേരെ എത്തുന്നത് ഏഞ്ചൽ ലോഡ്ജിലേക്കാണ്. ഏഞ്ചൽ ലോഡ്ജിലെ റിസപ്ഷനിസ്റ്റായ ജോണിനെ ചോദ്യം ചെയ്യുന്നു. ജോൺ പറയുന്നത് വെറോണി എപ്പോഴും റിസപ്ഷനിലേക്ക് വരുമായിരുന്നു. എന്നിട്ട് അവിടുത്തെ ഫോൺ എടുത്ത് ആരെയോ കോൾ ചെയ്യും. ഫോൺ ചെയ്യുന്ന സമയത്തെല്ലാം ടിവിയുടെ വോളിയം ഉറക്കെ വെക്കും. അത് കേൾക്കുമ്പോൾ വെറോണിയുടെ അമ്മ വന്നിട്ട് വോളിയം കുറയ്ക്കുവാനായിട്ടും വെറോണി അവിടെയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് കള്ളം പറയുവാനായിട്ട് ജോണിനോട് പറയുന്നു. അടുത്ത ദിവസവും വെറോണി റിസപ്ഷനിലേക്ക് വരുമായിരുന്നു. എന്നിട്ട് ലാൻഡ് ഫോൺ എടുത്ത് ആരെയോ കോൾ ചെയ്യും. അതേസമയമായിരുന്നു ടോണി അവിടേക്ക് വരുന്നത്. നീ ആരെയാ കോൾ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ വെറോണി കോൾ കട്ട് ചെയ്യും. ടോണി റീഡയൽ ചെയ്തു നോക്കുന്ന സമയത്ത് ഇതിന്റെ ആവശ്യമൊക്കെ നിനക്കെന്താന്ന് ചോദിച്ച് വെറോണി വഴക്ക് പറയുന്നു. എന്തായാലും നീ സംസാരിച്ചോ, അവസാനം കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നെ തന്നെയല്ലേ, അതുവരെ നീ ആരോട് വേണമെങ്കിലും സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് ടോണി അവിടെ നിന്ന് പോകുന്നത്. വെറോണിക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരും. ഇതാണ് ആ പയ്യൻ പറഞ്ഞ കാര്യം. എന്നാൽ വെറോണി ആരോടാണ് ഫോണിൽ സംസാരിക്കുന്നതെന്ന് ഇതുവരെയായിട്ടും വിവേകിന് അറിയത്തില്ലല്ലോ. മൊബൈൽ ഫോണിൽ വിളിച്ചിരുന്നെങ്കിൽ ആരെയാണ് വിളിക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്താം. പക്ഷേ ലാൻഡ് ലൈൻ വഴി വിളിക്കുന്നത് ആരെയാണെന്ന് കണ്ടെത്താൻ കഴിയില്ല എന്നും ഹെൽപ്പ് ചെയ്യുന്ന പയ്യൻ പറയുന്നുണ്ട്. വിവേക് അവിടെ നിന്നും നേരെ പോകുന്നത് ആ കാടിനുള്ളിൽ ഒരു സ്ത്രീയും അവരുടെ 3 ആൺമക്കളും ഉണ്ടല്ലോ, അവരെ കാണുവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവരെ വെറോണിയുടെ കാര്യം പറഞ്ഞ് ചോദ്യം ചെയ്യും. 1 വർഷമായി വെറോണി മരിച്ചിട്ട്. 1 വർഷം മുൻപ് മരിച്ച പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ തുറന്നു പറയണമെന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങളെ ഈ ഒരു കാര്യം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുതെന്നൊക്കെ പറയുമ്പോൾ അവരുടെ അമ്മയാണെങ്കിലോ എന്തോ പറയുവാനായിട്ട് ഒരുങ്ങുന്നു. എന്നാൽ രണ്ടാമത്തെ മകനാണെങ്കിൽ അമ്മയെ കാലുകൊണ്ട് തട്ടുകയാണ്. അതേസമയം അവിടേക്ക് മൂത്ത മകൻ വരും. ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോകണമെന്ന് മൂത്ത മകൻ പറയും. ഇനി ഇവരുടെ ഭാഗത്തു നിന്നും ഒന്നും അറിയാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ വിവേക് ദേഷ്യപ്പെട്ടാണ് അവിടെ നിന്ന് പോകുന്നത്.
വിവേക് പോയ ഉടനെ തന്നെ മൂത്ത മകൻ രണ്ടാമത്തെ മകനെ തല്ലുന്നു. നീ എന്തിനാണ് അമ്മയെ ചവിട്ടിയത് എന്ന് ചോദിച്ചാണ്. മൂന്ന് മക്കളും ചേർന്ന് വലിയ അടി നടക്കുകയാണ്. എന്നാൽ അവരെ തടയുവാനായിട്ട് അമ്മ നോക്കുന്ന സമയത്തോ രണ്ടാമത്തെ മകനാണെങ്കിൽ അമ്മയെ പിടിച്ചു തള്ളും. അമ്മ തറയിലേക്ക് വന്ന് വീഴുകയാണ്. മൂന്ന് മക്കളും അമ്മയെ തന്നെ ഞെട്ടി നോക്കി നിൽക്കുന്നു. ആ സീൻ അവിടെ കട്ടായി വെറോണിയാണ് കാണിക്കുന്നത്. വെറോണി മരണപ്പെടുന്ന ദിവസം എവിടെ പോകുവാനായിട്ട് ഡ്രസ്സ് ചെയ്തിറങ്ങുകയാണ്. എന്നിട്ട് നേരെ റിസപ്ഷനിലേക്ക് എത്തിയിട്ട് ആരെയോ കോള് ചെയ്യുന്നു. അത് മറ്റാരെയുമല്ല, എഴുത്തുകാരനായ നാസറിനെ തന്നെയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവൾ കോള് കട്ട് ചെയ്ത് കളയുന്നതും. രാമനും വിവേകിനും ഇപ്പോഴും സംശയം ആ സ്ത്രീയുടെ മൂന്ന് മക്കളിലെ അവരെയാണ്. അവരെ എങ്ങനെ ചോദ്യം ചെയ്യാൻ കഴിയുമെന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ അതേസമയം മൂന്ന് മക്കളെയും കാണിക്കുന്നു. അവർ മൂന്ന് പേരും കാട്ടിൽ ഓരോ മൃഗങ്ങളെയൊക്കെ വേട്ടയാടിയിട്ട് അത് VIP-കൾക്ക് കൊണ്ടുവന്ന് വിൽക്കലാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർക്ക് ആഹാരമൊക്കെ പാചകം ചെയ്തു കൊടുക്കും. ഇപ്പോൾ അവർ ഒരു മൃഗത്തെ വേട്ടയാടി കൊണ്ടുവന്നിരിക്കുന്നത് മിനിസ്റ്ററിന്റെ ഫാം ഹൗസിലേക്കാണ്. അവിടേക്ക് എത്തുന്ന മിനിസ്റ്റർ മൂന്ന് പേരോടായും പറയുന്നുണ്ട്, നിങ്ങൾ കുറച്ചൊന്ന് സൂക്ഷിക്കണം, നിങ്ങൾക്ക് പിന്നാലെ പോലീസ് ഉണ്ടെന്ന്. അത് കേട്ടവർ ഒന്ന് ഷോക്കായി നിൽക്കുകയാണ്. ഇത്രയും പിടിപാടുള്ളവരെ എങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്യാനാ? ആ സീൻ അവിടെ കട്ടായി വിവേകിനെയാണ് കാണിക്കുന്നത്. വിവേക് ഇപ്പോഴും വെറോണിയുടെ കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. വെറോണിയുടെ കേസ് ഫയൽ നന്നായിട്ടൊന്ന് പഠിച്ച രാമൻ രാത്രി തന്നെ വിവേകിനെ വിളിച്ചിട്ട്, സാർ പറഞ്ഞതുപോലെ ഞാൻ കേസ് ഫയൽ നന്നായിട്ടൊന്ന് പഠിച്ചു നോക്കി. അതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായത്, ആ ഒരു കാട്ടിലുള്ള സ്ത്രീയെ നമ്മൾ കാണാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞത് നല്ല കറുത്ത ഉയരമുള്ള ഒരാളിനൊപ്പമാണ് വെറോണി വന്നതെന്നല്ലേ. അവളുടെ അമ്മയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ആരാണെന്നുള്ള കാര്യം അറിയാമല്ലോ എന്നുള്ള കാര്യം രാമൻ പറയുന്നു. അതനുസരിച്ച് അടുത്ത ദിവസം രാവിലെ തന്നെ വെറോണിയുടെ അമ്മയെ കാണുവാൻ വേണ്ടിയിട്ട് എത്തുകയാണ്. എന്നാൽ അമ്മയാണെങ്കിലോ ഒന്നിനോടും സഹകരിക്കുന്നതേയില്ല. ലോഡ്ജിലേക്ക് ഇപ്പോൾ താമസിക്കുവാനായിട്ട് ആരും തന്നെ വരുന്നതേയില്ല. മീഡിയക്കാർ എന്ത് മോശമായിട്ടാണ് എന്റെ മകളെ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് വെറോണിയുടെ അമ്മ കരയുന്നു. അമ്മ ഒരു വിധത്തിൽ സഹകരിക്കുന്നതേയില്ല. എന്നാൽ വിവേക് പറയുന്നത്, സാധാരണ ഒരു കുടുംബത്തിലെ പെൺകുട്ടി ക്രൂരമായി കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ വീട്ടുകാരാണ് കൊലപാതകയെ കണ്ടെത്തുവാനായിട്ടുള്ള കാര്യങ്ങളിൽ മുൻകൈ എടുക്കുന്നത്. പോലീസിനോട് അവർ തന്നെയായിരിക്കും ഈ ഒരു കാര്യം പറയുന്നത്. എന്നാൽ ഇവിടെ ആരും തന്നെ അങ്ങനെ മുൻകൈ എടുക്കുന്നതേയില്ല. എന്തായാലും വെറോണിയുടെ കൊലപാതകയെ കണ്ടെത്തുക എന്നത് എന്റെ ഉത്തരവാദിത്തമാണ്, ഞാനത് ചെയ്തിരിക്കുമെന്നും വിവേക് പറയുന്നു. അത് കേൾക്കുന്നതും അമ്മ ഒന്നും മിണ്ടാതെ എന്ത് ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാമെന്ന് പറയുന്നു. അങ്ങനെ വെറോണിയുടെ അമ്മയോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ വിവേക് ചോദിക്കുകയാണ്. വെറോണി മരിക്കുന്നതിന് മുൻപ് എന്താണ് സംഭവിച്ചതെന്ന് വിവേക് ചോദിക്കുമ്പോൾ ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ അമ്മ തുറന്നു പറയുന്നു. അന്നേ ദിവസം രാവിലെ തന്നെ വെറോണിയും അമ്മയും കൂടി ചർച്ചിലേക്ക് പോയിരുന്നു. ചർച്ചിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം വെറോണി പുറത്തേക്ക് പോകും. എന്നിട്ടവൾ കുറേ നേരം കഴിഞ്ഞിട്ടും വരുന്നതേയില്ല. അമ്മ അവളെ അന്വേഷിച്ച് ചെല്ലുന്ന സമയത്തോ അവൾ ആരോടോ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. ഏകദേശം അയാൾക്ക് നല്ല ഉയരമുണ്ട്, കറുത്തിട്ടാണ് ആളിരിക്കുന്നത്. അമ്മ വരുന്നത് കണ്ടതും അയാൾ അവിടെ നിന്ന് പോയി. ആരോടാ നീ സംസാരിച്ചെന്ന് അമ്മ ചോദിക്കുമ്പോൾ, ആരാ, ഞാൻ ആരോടും സംസാരിച്ചില്ലല്ലോ എന്ന് വെറോണി കള്ളം പറയുന്നു. പിന്നെ നീ എന്തിനാ പ്രാർത്ഥനയ്ക്കിടയിൽ ഇറങ്ങിപ്പോയതെന്ന് ചോദിക്കുമ്പോൾ, അതെനിക്ക് വെള്ളം കുടിക്കാൻ തോന്നിയിട്ടാ ഞാൻ പോയതെന്നും അവൾ കള്ളം പറയുന്നു. അങ്ങനെ അവർ സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിലേക്ക് വരും. വീട്ടിലെത്തുന്ന വെറോണിയെ ഉപദേശിക്കുവാനായിട്ട് അമ്മ ചെല്ലുന്നുണ്ട്. എന്നാൽ അതൊന്നും കേൾക്കുവാനായിട്ട് വെറോണി കൂട്ടാക്കുന്നതേയില്ല. ഞാൻ ഇന്ന് എന്റെ ആന്റിയുടെ വീട്ടിലേക്ക് പോകുമെന്നും വെറോണി പറയുന്നു. എന്തായാലും പോകുമ്പോൾ നീ ടോണിയെ കൂടി കൂട്ടിക്കൊണ്ടുപോ, അവൻ നിന്നെ സേഫായിട്ട് അവിടേക്ക് കൊണ്ടുപോകുമെന്നും അമ്മ പറയുന്നു. അതനുസരിച്ച് ഓക്കെ, ഞാൻ ടോണിയും കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞ് അവൻ അടുത്തേക്ക് പോയി, ഞാൻ ആന്റിയുടെ വീട്ടിലേക്ക് പോവുകയാണ്, എന്നെ പിക്കപ്പ് ചെയ്യുവാനായിട്ട് വരണമെന്നും ആവശ്യപ്പെടുന്നു. കാരണം ടോണി അപ്പോൾ കുടിച്ച് ബോധമില്ലാതിരിക്കുന്നത് കൊണ്ടാണ് വിളിക്കുവാനായിട്ട് വരണമെന്ന് പ്രത്യേകം പറഞ്ഞത്. പോകുന്നതിന് മുൻപായിട്ട് അവൾ ആരെയോ ഫോൺ വിളിച്ചിട്ടാണ് പോയതെന്ന് കൂടി അമ്മ പറയുന്നു. ആരെ അവൾ അവസാനമായിട്ട് കോൾ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് എഴുത്തുകാരനായിട്ടുള്ള നാസർ അവളെ വിളിക്കുമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അമ്മ പറയുന്നു. അതനുസരിച്ച് എഴുത്തുകാരനായ നാസറിന്റെ കോൾ ഡീറ്റെയിൽസ് എടുക്കുവാനായും തീരുമാനിക്കുന്നു. അങ്ങനെ കോൾ ഡീറ്റെയിൽസ് എടുക്കുകയാണ്. അതിൽ നാസർ ഒരുപാട് തവണ വെറോണിയുടെ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ലാൻഡ് ഫോണിൽ നിന്നും അയാളുടെ ഫോണിലേക്കും കോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇയാളുമായിട്ട് വെറോണിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സംശയം വിവേകിനൊക്കെ ഉണ്ടാകുന്നു. വിവേകിന്റെ ഹെൽപ്പറായിട്ടുള്ള പയ്യനാണ് നമ്പറൊക്കെ എടുത്തു കൊടുത്തിരിക്കുന്നത്. ഉടനെ തന്നെ അയാളുടെ ഫോണിലേക്ക് വിളിക്കും. എടുത്തിട്ട് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറയുമ്പോൾ തന്നെ അയാൾ കോള് കട്ട് ചെയ്ത് കളയുന്നു. പിന്നീട് വിളിച്ചപ്പോഴോ സ്വിച്ച് ഓഫ് ആണ് പറയുന്നത്. എന്തായാലും അയാളെ കണ്ടെത്തണം. അയാളുടെ ലൊക്കേഷനൊക്കെ ട്രാക്ക് ചെയ്തിട്ട് അവിടേക്ക് പോകുവാനായി ഒരുങ്ങുന്ന അതേ സമയം തന്നെയായിരുന്നു നാസർ വിവേകിനെ കോൾ ചെയ്യുന്നത്. ഞാൻ അവിടേക്ക് വരികയാണ്, എനിക്ക് നിങ്ങളെ കാണണമെന്നാണ് നാസർ ആവശ്യപ്പെടുന്നത്. അതനുസരിച്ച് നാസറിനെ കാണുവാനായി എത്തുകയാണ് വിവേക്. വെറോണിയുടെ മരണത്തിന് പിന്നിൽ ടോണിയല്ല, മറ്റാരോ ആണ്. അതാരാണെന്ന് കണ്ടെത്തണമെന്നും നാസർ ആവശ്യപ്പെടുന്നു. അതെന്തായാലും ഞാൻ കണ്ടെത്തുമെന്ന് ഒരർത്ഥം വെച്ചുള്ള രീതിയിലാണ് വിവേക് പറയുന്നത്.
കാരണം വിവേകിന് നാസറിനെ നല്ല സംശയമുണ്ട്. ആ സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് ആ കാട്ടിൽ താമസിക്കുന്ന മുത്തശ്ശിയാണ്. അവർക്ക് 3 മക്കളുണ്ടല്ലോ. അന്ന് 3 മക്കളും അടികൂടുന്ന സമയത്ത് മുത്തശ്ശിയെ പിടിച്ച് തള്ളിയിരുന്നു. അതുകൊണ്ട് തന്നെ തറയിൽ വീണ് മുത്തശ്ശിയുടെ തലയും പൊട്ടി. തല പൊട്ടിയത് കൊണ്ട് തന്നെ മുറിവിൽ മരുന്നൊക്കെ വെച്ച് കൊടുക്കുകയാണ് ഇളയ മകൻ ചെയ്യുന്നത്. ബാക്കി 2 മക്കളും കാട്ടിൽ വേട്ടയ്ക്ക് പോകുന്നുണ്ട്. ആ 2 മക്കൾക്കും അമ്മയോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. നമ്മൾ വേട്ടയ്ക്ക് പോയിട്ട് വരുന്നതിന് മുൻപ് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ ആളെ കൂട്ടി ബഹളം വയ്ക്കുക ഒന്നും ചെയ്യരുത്, ഇവിടെ വന്ന് അനങ്ങാതിരുന്നോളണമെന്ന് പറഞ്ഞിട്ടാണ് 2 പേരും പോകുന്നത്. ഇളയ മകനാണ് അമ്മയുടെ കാര്യമൊക്കെ നോക്കുന്നത്. എന്നാൽ ആ മുത്തശ്ശിക്ക് എപ്പോഴും വെറോണിയെ കാണാൻ കഴിയുന്നുണ്ട്. വെറോണിയുടെ ആത്മാവ് മുത്തശ്ശിയെ തന്നെ നോക്കി നിൽക്കുന്നത് പോലെ മുത്തശ്ശിക്ക് തോന്നുന്നു. അത് കാണുമ്പോഴെല്ലാം തലയിൽ കൂടി പുതപ്പ് മൂടിയിട്ട് എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞാണ് ബഹളം വെക്കുന്നത്. എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ എല്ലാം തുറന്നു പറയാമെന്നും മുത്തശ്ശി പറയുന്നു. ആ സീൻ അവിടെ കട്ടായി. വിവേകിനെയാണ് കാണിക്കുന്നത്. വിവേകിനൊരു കോള് വരും. കാട്ടിലുള്ള ആ മുത്തശ്ശിക്ക് സാറിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് എത്രയും വേഗം പോകണമെന്ന് പറയുന്നതനുസരിച്ച് വിവേകും രാമനും ഹെൽപ്പർ പയ്യനും കൂടി കാട്ടിലേക്ക് എത്തുന്നു. അവിടെ ആ മുത്തശ്ശി പേടിച്ച് വിറച്ചിരിക്കുകയാണ്. വിവേക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സാറേ എന്താണ് സംഭവിച്ചെന്ന് ഞാൻ തുറന്നു പറയാമെന്ന് പറഞ്ഞ് ഒരു മൂലയിലേക്ക് നോക്കി മുത്തശ്ശി പേടിക്കുന്നു. വിവേകും അവിടേക്ക് നോക്കുമ്പോൾ ആരെയും അവിടെ കാണാനേ കഴിയുന്നില്ല. പക്ഷേ മുത്തശ്ശിക്ക് അവിടെ വെറോണിയെ കാണാൻ പറ്റുന്നുണ്ട്. സാറേ ഞാൻ എല്ലാം തുറന്നു പറയാം. ആ പെൺകുട്ടി മരിക്കുവാനായിട്ട് കാരണം എന്റെ 2 മക്കളുമാണെന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. സത്യത്തിൽ ഈ മുത്തശ്ശിയുടെ ഹസ്ബൻഡിന് ഒരുപാട് വസ്തുക്കൾ ഉണ്ടായിരുന്നു. കാട്ടിലാണ് അവരുടെ വസ്തുക്കൾ ഉള്ളത്. ഇപ്പോൾ അവരുടെ വീടുള്ള ഈ സ്ഥലം മുഴുവൻ കാട്ടിൽ ഒരുപാട് ഏക്കർ കണക്കിന് അവരുടെ ഭർത്താവിന് സ്വന്തമായിരുന്നു. ഒരു എസ്റ്റേറ്റും ഉണ്ടായിരുന്നു. ആ എസ്റ്റേറ്റൊക്കെ നോക്കി നടത്തലാണ് ഭർത്താവ് ചെയ്തിരുന്നത്. എന്നാൽ ഭർത്താവിന് വളരെ മോശമായൊരു സ്വഭാവമുണ്ട്. എസ്റ്റേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്ത്രീകളോട് മോശമായി പെരുമാറുക. ആരെങ്കിലും കണ്ണു വെച്ച് കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോകും. അത് തന്നെയാണ് അയാളുടെ സ്വഭാവം. അത് കാരണം നാട്ടുകാരെല്ലാവരും വല്ലാതെ പ്രശ്നമുണ്ടാക്കുവാനായും തുടങ്ങി. എസ്റ്റേറ്റിൽ നിന്ന് ആളുകളൊക്കെ കൊഴിഞ്ഞു പൊയ്ക്കൊണ്ടേയിരുന്നു. അത് കാരണം എസ്റ്റേറ്റും പതിയെ പതിയെ അടച്ചുപൂട്ടേണ്ട അവസ്ഥ വന്നു. ഭർത്താവിന്റെ ഈ ഒരു സ്വഭാവം കാരണം കുറേ വസ്തുക്കളൊക്കെ വിറ്റാണ് കടങ്ങളൊക്കെ തീർത്തത്. എന്നാലും ആ ഒരു സ്വഭാവം നിർത്തിയതേയില്ല. ഗ്രാമത്തിലുള്ള പെൺകുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് മോശമായി പെരുമാറും. അത് കാരണം ആളുകൾ എല്ലാവരും വന്ന് പ്രശ്നമുണ്ടാക്കും. പക്ഷേ കാശുള്ളത് കൊണ്ടാണ് ഒരുവിധം രക്ഷപ്പെട്ടു പോകുന്നത്. എന്നാൽ ഒരു ദിവസം ഭർത്താവ് ഈ നാട് വിട്ടു പോവുകയുണ്ടായി. എങ്ങോട്ട് പോയെന്നുള്ള കാര്യം ആർക്കും തന്നെ അറിയത്തേയില്ല. അതിനുശേഷം 3 മക്കളും ചേർന്നാണ് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. കാട്ടിൽ വേട്ടയാടിയും മൃഗങ്ങളെ വേട്ടയാടി കൊണ്ടുവന്ന് വിറ്റുമൊക്കെയാണ് അവർ ഉപജീവന മാർഗം നടത്തുന്നത്. എന്റെ 3 മക്കളും നല്ലതായിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ ആദ്യത്തെ 2 മക്കൾക്ക് അവരുടെ അച്ഛന്റെ അതേ സ്വഭാവമാണ്. സ്ത്രീ വിഷയത്തിൽ അവർ മുന്നിലാണ്. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അവർ ഈ ഒരു കാട്ടിലെ മലയ്ക്ക് മുകളിലായിട്ട് ചെറിയ രീതിയിൽ ഒരു ഏർമാടം പോലെ കെട്ടുകയുണ്ടായി. എന്നിട്ട് അവിടേക്ക് ഒരുപാട് ലോറികളും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് പോകും. പഴയൊരു വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ കരുതിയത് അവരെന്തെങ്കിലും നല്ല കാര്യം അവിടെ ചെയ്യുന്നതാണ്. പക്ഷേ അല്ല, അവിടെ ഒരു വേശ്യാലയമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയുടെ അടുത്തേക്കാണ് ഈ ലോറികളൊക്കെ വന്നുകൊണ്ടേയിരുന്നത്. പക്ഷേ പിന്നീടാണ് ഞാൻ ആ ഒരു കാര്യം അറിഞ്ഞത്. ഞാനിതെന്റെ മക്കളോട് ചോദിച്ച സമയത്ത് അവരെന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇത് ഞങ്ങൾ കളിച്ചു വളർന്ന സ്ഥലമാണ്. ഇവിടെ എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. എന്തായാലും കാശുണ്ടാക്കണം. ഇവിടെ ജീവിക്കണമെങ്കിൽ കാശ് വേണ്ടേ? പഴയതെല്ലാം തിരികെ പിടിക്കണമെന്നും മക്കൾ പറയുമ്പോൾ കാശുണ്ടാക്കാനായിട്ടുള്ള ഏറ്റവും നല്ല വഴി ഇതാണെന്നും അമ്മയ്ക്ക് തോന്നി. പണം വരുന്നതിൽ അമ്മയുടെ കണ്ണും മഞ്ഞളിച്ചു. അങ്ങനെ അമ്മയും മക്കൾക്ക് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. ഒരു ദിവസം ആ ഒരു വേശ്യാലയത്തിലേക്ക് ഒരു വണ്ടി വരികയാണ്. ആ വണ്ടിയിൽ നിന്നും ഇറങ്ങിയത് നല്ല പൊക്കമുള്ള കറുത്ത് നല്ല തടിയുള്ള ഒരാളാണ് ഇറങ്ങി വന്നത്. അയാളാണെങ്കിലോ പേര് കേട്ട ഗുണ്ടയും. അയാൾക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ്. അയാൾ വന്നു കഴിഞ്ഞാൽ ഏകദേശം 2-3 ദിവസം അവിടെ കാണും. ആ സമയത്ത് അവിടേക്ക് മറ്റൊരാണിനെ പോലും അയാൾ അടുപ്പിക്കത്തേയില്ല. ആര് വന്നാലും അവരെയൊക്കെ അവിടെ നിന്ന് എന്റെ മക്കൾ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരാഴ്ച വരെയും അയാൾ അവിടെ തന്നെ കാണും. ആ സമയത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ദേഷ്യം വരും. അയാൾ ഒരിക്കൽ വന്ന ലോറിക്കാരനെ ചവിട്ടുകയും ചെയ്തു. ആ ഒരു ചവിട്ടിൽ അയാൾ മരണപ്പെട്ടു പോയി. അയാളുടെ ബോഡി മറവ് ചെയ്തത് എന്റെ 3 മക്കളുമായിരുന്നു. എന്നാൽ ഒരു ദിവസം അയാൾ എന്റെ മക്കളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. എനിക്ക് ഫ്രഷ് ആയിട്ടൊരു പെൺകുട്ടിയെ വേണം. നിങ്ങൾ ചോദിക്കുന്ന കാശ് ഞാൻ തരാമെന്നായിരുന്നു അയാൾ ആവശ്യപ്പെട്ടത്. കാശ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കണ്ണു മഞ്ഞളിച്ച മക്കളാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടെത്തണമെന്നും തീരുമാനിക്കുന്നു. അതേ സമയത്താണ് കാട്ടിലേക്ക് കോളേജ് പിള്ളേരൊക്കെ ടൂറിന് വന്നത്. ആ കൂട്ടത്തിൽ വെറോണിയും ഉണ്ടായിരുന്നു. വെറോണി വെള്ളം കുടിക്കുവാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് വന്നത്. വെറോണിയോട് നീ എവിടെ നിന്നാ
വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ അവളുടെ ജീവിതത്തിൽ നടന്ന A to Z കാര്യമെല്ലാം അവിടെ ഇരുന്ന് മുത്തശ്ശിയോട് പറയും. അവളുടെ അമ്മയുമായിട്ട് എപ്പോഴും പ്രശ്നമാണെന്നും ഇഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാനായി പോവുകയാണെന്നും ഇഷ്ടമല്ലാത്ത ഒരാളെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത് എങ്ങനെയെങ്കിലും മരിക്കുന്നതാണ്. എന്റെ കയ്യിൽ കുറച്ച് കാശുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിച്ചേനെ എന്ന് വെറോണി പറയുന്നു. അവളുടെ സംസാരത്തിൽ നിന്നും അവൾക്ക് എന്തോ വലിയ പ്രശ്നമുണ്ടെന്നും അവൾക്ക് കാശിന് നല്ല ആവശ്യമുണ്ടെന്നും മുത്തശ്ശിക്കും മക്കൾക്കും മനസ്സിലായി. ഞങ്ങൾ കാശ് തരാം, ഞങ്ങൾ പറയുന്നത് നീ ചെയ്യുമോ എന്ന് ചോദിക്കുന്നു. അതെന്താണെന്ന് പോലും തിരിച്ചു ചോദിക്കാതെ ഞാൻ ചെയ്യാമെന്നവൾ സമ്മതിക്കുകയാണ്. അങ്ങനെയാണ് അവർ പറഞ്ഞ ദിവസം വെറോണി അവരുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് ആ ഒരു വേശ്യാലയം പോലെ നടത്തുന്ന സ്ഥലമില്ലേ, അവിടേക്കാണ് വെറോണിയെ കൊണ്ടുപോകുന്നത്. ആ ഒരു വണ്ടിക്കകത്തേക്ക് കയറ്റി കതക് മടയ്ക്കുന്നു. എന്നാൽ അവിടെയുണ്ടായിരുന്ന ആ ഒരാളില്ലേ, അയാളാണെങ്കിൽ അവളെ ക്രൂരമായിട്ട് നശിപ്പിക്കുവാനായി ശ്രമിക്കും. അവിടെ നിന്നും അവൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് കാടിനുള്ളിലേക്ക് ഓടുന്നു. അവളുടെ പിന്നാലെ എന്റെ 3 മക്കളും അയാളും ഉണ്ടായിരുന്നു. ഒടുവിൽ അവൾ വന്ന് ഒളിച്ചിരിക്കുന്നത് ആ ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായ വീട്ടിലായിരുന്നു. എന്നാൽ അവിടെ വെച്ച് അയാൾ അവളെ പിടികൂടുന്നു. എന്നിട്ട് അവളെ അവിടെ വെച്ച് തന്നെ ക്രൂരമായി നശിപ്പിക്കുകയാണ്. അതോടുകൂടി വെറോണിയുടെ കഥ കഴിയുകയും ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞ് ആ മുത്തശ്ശി പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് ഒരു മൂലയിലേക്ക് നോക്കി ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു എന്ന് പറഞ്ഞ് അവർ മാപ്പും പറയുന്നു. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് വെറോണിയുടെ ആത്മാവിനെ നോക്കി മാപ്പ് പറയുകയാണ് മുത്തശ്ശി. പക്ഷേ വെറോണിയെ മുത്തശ്ശിക്ക് മാത്രമേ കാണാൻ കഴിയൂ. എന്നാൽ വിവേകാണെങ്കിൽ ഇത്രയും നേരം മുത്തശ്ശി പറഞ്ഞതെല്ലാം റെക്കോർഡ് ചെയ്തോ എന്നറിയുവാൻ വേണ്ടിയിട്ട് മൊബൈൽ എടുത്ത് നോക്കുമ്പോഴോ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി. അപ്പോൾ മുത്തശ്ശി പറഞ്ഞതൊന്നും റെക്കോർഡ് ആയിട്ടില്ല എന്നും വിവേകിന് മനസ്സിലായി. വിവേക് ഉടനെ തന്നെ പുറത്തു വന്നിട്ട് SP വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. എല്ലാം റെക്കോർഡ് ചെയ്തതാണ്, പക്ഷേ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി പോയി എന്നുള്ള കാര്യം കൂടി പറയുമ്പോൾ ഈ ഒരു കേസ് IG ക്ലോസ് ചെയ്തതാണ്. ഇതിൽ വീണ്ടും നീ എന്തിനാ തലയിടുന്നതെന്ന് ചോദിച്ച് SP വഴക്ക് പറയുന്നു. സാർ, യഥാർത്ഥ പ്രതികൾ അവർ 3 പേരുമാണെന്നുള്ള കാര്യം വിവേക് പറയുമ്പോൾ അതിന് വല്ല എവിഡൻസും ഉണ്ടോ? അവർ പറയുന്ന കാര്യം വല്ലതും റെക്കോർഡ് ചെയ്തോ? വീഡിയോ വല്ലതും എടുത്തു വെച്ചോ? ഇല്ലല്ലോ. ഇനി എന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്, അവർ 3 പേരും വേട്ടയ്ക്ക് പോയിട്ട് വരുന്ന സമയത്ത് അവരെ എങ്ങനെയെങ്കിലും പിടികൂടി കൊണ്ടുവാ, പിന്നീട് നമുക്ക് നോക്കാമെന്നും SP പറയുന്നു. അതേ സമയമായിരുന്നു ഹെൽപ്പർ പയ്യൻ അടുത്തേക്ക് വന്നിട്ട് സാറേ, ആ മുത്തശ്ശി മരിച്ചുപോയി എന്ന് പറയും. അത് കേട്ടതും വിവേക് ഷോക്കായി പോവുകയാണ്. ആ ഒരു വിവരവും SP-യോട് പറയുന്നു. അത് കേൾക്കുന്ന SP എന്തായാലും നിങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ വേട്ടയ്ക്ക് പോയിട്ട് വന്ന 3 പേരും നിങ്ങളാണിത് ചെയ്തതെന്ന് പറയും. അവർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കുടുങ്ങും. അതിനേക്കാൾ നല്ലത് അവിടെ നിന്നും എത്രയും വേഗം പോകുന്നതാണെന്ന് വിവേകിനോട് SP പറയുന്നു. അങ്ങനെ വിവേകും കൂട്ടരും അവിടെ നിന്ന് പോകുവാനായിട്ട് വണ്ടി തിരിക്കുകയാണ്. അങ്ങനെ അവർ അവിടെ നിന്ന് പോവുകയാണ്. പോകുന്ന സമയത്ത് ഫോറസ്റ്റ് ഓഫീസറിനെയും കാണും. ഈ 3 പേരെയും പിടികൂടണമെന്നും കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. ഇവരെ 3 പേരെയും പിടികൂടുവാനായിട്ട് ഞങ്ങളും കുറച്ചുനാൾ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്നൊരു വീട്ടിൽ ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ 3 പേരും വേട്ടയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് അവർക്കൊപ്പം ഒരു പട്ടിയും ഉണ്ടായിരുന്നു. ആ പട്ടിയാണെങ്കിലോ ഇവർ ഒളിച്ചിരിക്കുന്ന ആ ഒരു വീടിന് നേരെ നോക്കി കുരയ്ക്കുവാനായും ആരംഭിച്ചു. ഫോറസ്റ്റ് ഓഫീസർമാരെ കണ്ടതും ആ 3 പേരും ഓടി രക്ഷപ്പെടുവാനായും ശ്രമിക്കുന്നു. അതേസമയം രണ്ടാമത്തവന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. അതുപയോഗിച്ച് വിവേകിനെ നേരെ ഷൂട്ട് ചെയ്യും. ഫോറസ്റ്റ് ഓഫീസർ വിവേകിനെ പിടിച്ച് തള്ളി മാറ്റിയത് കൊണ്ടാണ് ഭാഗ്യത്തിന് വിവേക് രക്ഷപ്പെട്ടത്. ഒരുവിധം 3-നെയും പിടികൂടുകയാണ്. അതേസമയമാണ് ആ ഒരു ഹെൽപ്പർ പയ്യനില്ലേ, അവനെ അവിടെയൊന്നും കാണുന്നില്ല. ചെന്ന് നോക്കുമ്പോഴോ അവൻ അവിടെ മരണപ്പെട്ട് കിടക്കുന്നു. വിവേകിനെ രണ്ടാമത്തവൻ ഷൂട്ട് ചെയ്തില്ലേ, അത് വന്ന് കൊണ്ടത് ഈ ഹെൽപ്പർ പയ്യനായിരുന്നു. അവൻ സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു പോയി. അവനെ ഓർത്ത് വിവേക് പൊട്ടിക്കരയുകയാണ്. അങ്ങനെ 3 പേരെയും അറസ്റ്റ് ചെയ്തുകൊണ്ടുവരുന്നു. ഹെൽപ്പർ പയ്യന്റെ ബോഡിയും മോർച്ചറിയിലേക്ക് മാറ്റുകയാണ്. അവനെ ഓർത്ത് വിവേക് ഒരുപാട് സങ്കടപ്പെടുന്നു. SP-യും വിവേകിനെ ഒരുപാട് വഴക്ക് പറയുകയാണ്. ഈ ഒരു കേസ് റീഓപ്പൺ ചെയ്തത് കൊണ്ടല്ലേ ആ ഒരു പയ്യൻ മരണപ്പെട്ടു പോയത്. അതിന് നിനക്ക് എന്തായാലും പണിഷ്മെന്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞ് ട്രാൻസ്ഫറിനും എഴുതി കൊടുക്കുന്നു. എന്നാൽ വിവേകിന് അതൊന്നുമല്ലായിരുന്നു മനസ്സിൽ. ആ പയ്യൻ മരണപ്പെട്ടു പോയില്ലേ, അതിന്റെ സങ്കടമായിരുന്നു വിവേകിനുണ്ടായിരുന്നത്. എന്നാൽ അതേസമയം വെറോണിയെ കുറിച്ചുള്ള വാർത്ത പത്രത്തിലൊക്കെ വരികയാണ്. ഇവർ കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളില്ലേ, അത് വെച്ച് ആരോ പത്രത്തിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നു വെറോണി വ്യഭിചാരത്തിന് പോയതാണെന്ന്. എന്നാൽ ഇതെല്ലാം വായിക്കുന്ന SP ആണെങ്കിലോ വിവേകിനെ ഒരുപാട് വഴക്ക് പറയുന്നു. നിങ്ങളെ കാരണമാണ് വീണ്ടും ഈ ഒരു കേസ് ഇങ്ങനെയൊക്കെ ആകുന്നതെന്ന് പറഞ്ഞ് അവന് സസ്പെൻഷനും അടിച്ചു കൊടുക്കുന്നു. ഹെൽപ്പർ പയ്യന്റെ മരണത്തിൽ മനംനൊന്തിരുന്ന വിവേകിന് ഇതൊന്നും ഒന്നുമല്ലായിരുന്നു. അതേസമയമായിരുന്നു വിവേകിനെ ഡോക്ടർ കോൾ ചെയ്യുന്നത്. എന്തായാലും 3 പേരെയും അറസ്റ്റ് ചെയ്തില്ലേ, നല്ല കാര്യം എന്നുള്ള കാര്യമൊക്കെ ഡോക്ടർ പറയുമ്പോൾ എനിക്ക് ഡോക്ടറിനെ ഒന്ന് കാണണമെന്ന് വിവേക് പറയുന്നു. അങ്ങനെ ഡോക്ടറിനെ കാണുവാൻ വേണ്ടിയിട്ട് വിവേക് എത്തുകയാണ്. 3 പേരെയും അറസ്റ്റ് ചെയ്തല്ലോ, കൺഗ്രാറ്റുലേഷൻസ് എന്ന് ഡോക്ടർ പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞത് വെറോണിയെ റേപ്പ് ചെയ്തില്ല എന്നല്ലേ.
പക്ഷേ വെറോണി റേപ്പ് ചെയ്താണ് കൊല്ലപ്പെട്ടത്. നിങ്ങൾ എന്തിനാ കള്ളം പറഞ്ഞത്? സത്യം പറ. ആ ഒരു കറുത്ത ഉയരമുള്ള ആൾ ആരാണ്? നിങ്ങൾ അയാളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ റേപ്പ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് കൊടുത്തതെന്ന് ചോദിച്ച് ഡോക്ടറിനെ പിടികൂടുകയാണ് വിവേക്. എന്നാൽ ഡോക്ടർ പറയുന്നത്, അയ്യോ വിവേക്, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. വെറോണി മരിച്ചത് റേപ്പ് അറ്റംപ്റ്റിലൂടെയല്ല, അവൾ അല്ലാതെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. റേപ്പ് അറ്റംപ്റ്റിലൂടെ മരണപ്പെട്ടിരിക്കുന്നത് മറ്റൊരു പെൺകുട്ടിയാണെന്നുള്ള കാര്യമാണ് ഡോക്ടർ പറയുന്നത്. അത് കേട്ട് വിവേക് ഷോക്കായി പോകുന്നു. ആ സീൻ അവിടെ കട്ടായി ജയിലിൽ കിടക്കുന്ന 3 പേരെയുമാണ് കാണിക്കുന്നത്. 3 പേർക്കും അടുത്തേക്ക് വരുന്ന ഫോറസ്റ്റ് ഓഫീസർ വെറോണിയുടെ ഫോട്ടോ കാണിച്ചിട്ട്, ഈ പെൺകുട്ടിയല്ലേ അന്ന് നിങ്ങൾ കൊലപ്പെടുത്തിയെന്ന് ചോദിക്കുമ്പോൾ, അല്ല സാർ, അത് വേറൊരു പെൺകുട്ടിയാണെന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. കോളേജിൽ നിന്നും പിള്ളേരൊക്കെ ടൂറിന് വന്നില്ലേ, ആ ടൂറിന് വന്ന കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അത്. ആ പെൺകുട്ടിയാണ് അവർ കൊല ചെയ്തതും. അല്ല പിന്നെ നിങ്ങളുടെ അമ്മ വെറോണിയുടെ പേര് പറഞ്ഞതോ? അത് അന്ന് അമ്മ തറയിൽ വീണ് തലയിടിച്ചതിന് ശേഷം അമ്മ ഇങ്ങനെ തന്നെയാ. അമ്മയ്ക്ക് ഞങ്ങളുടെ പേര് പോലും ഓർമ്മയില്ല. അമ്മ പറയുന്നത് എന്താണെന്ന് പോലും അമ്മയ്ക്ക് അറിയത്തില്ല എന്നാണ് മക്കൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊപ്പമുള്ള 4ാമത്തെ ആളില്ലേ, അയാൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ, അയാൾ ആരാണെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല. അയാളുടെ വണ്ടി നമ്പർ അറിയാമെന്ന് പറഞ്ഞ് വണ്ടി നമ്പറും പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു വണ്ടി നമ്പർ വിവേകിനെ അറിയിക്കുകയാണ്. വിവേക് അത് ആരുടേതെന്ന് അന്വേഷിക്കുവാനായി ഉത്തരവിടുന്നു. അതേസമയമായിരുന്നു വിവേക് വണ്ടിയിൽ പോകുന്ന സമയത്ത് ട്രാഫിക്കിൽ നിൽക്കുന്നത്. അപ്പോഴേക്കും നാസർ എഴുതിയിട്ടുള്ള ബുക്കും പബ്ലിഷ് ആയിരുന്നു. നാസറാണെങ്കിലോ വെറോണിയെ കുറിച്ചൊരു ബുക്ക് എഴുതിയിരിക്കുകയാണ്. അതിൽ എന്താണുള്ളതെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് വിവേക് ആ ഒരു ബുക്ക് വാങ്ങും. ആ ബുക്കിൽ വെറോണിയുടെ കുട്ടിക്കാലം മുതൽ അവൾ കൊല ചെയ്യപ്പെട്ടത് എങ്ങനെയാണ്, അതിന് പിന്നിൽ ആരാണ് എന്നുള്ളതെല്ലാം ബുക്കിലുണ്ടായിരുന്നു. വിവേക് ആ ബുക്ക് വായിക്കുവാനായും ആരംഭിക്കുന്നു. വിവേക് ബുക്ക് വായിക്കുന്നതെല്ലാം ഓരോ സീനായിട്ട് നമ്മളെ കാണിക്കുകയാണ്. വെറോണിക്ക് 6 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അച്ഛൻ മരിച്ചു പോയത്. പക്ഷേ അവൾക്ക് അച്ഛൻ മരിച്ചതാണെന്നോ ഇനി തിരികെ വരില്ല എന്നോ ഒന്നും തന്നെ അറിയത്തേയില്ല. അച്ഛന്റെ ശവസംസ്കാര ചടങ്ങ് കഴിഞ്ഞിട്ടും അച്ഛനെവിടെ, അച്ഛൻ എന്നോട് കളിക്കാൻ വരാത്തതെന്താ എന്നൊക്കെ പറഞ്ഞാണ് വെറോണി നടക്കുന്നത്. അമ്മ സങ്കടപ്പെട്ടിരിക്കുമ്പോഴും അമ്മയ്ക്കടുത്തേക്കും വെറോണി ചെല്ലുന്നുണ്ട്. സങ്കടപ്പെട്ടിരിക്കുന്ന അമ്മയോട് അച്ഛൻ എവിടെ എന്നൊക്കെയാണ് വെറോണി ചോദിക്കുന്നത്. അടുത്ത ദിവസം രാവിലെ തന്നെ അവരുടെ വീട്ടിലേക്ക് വെറോണിയുടെ ചിറ്റപ്പൻ വരുന്നു. എന്തിനാ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത്? നാട്ടിലൊരു മാൻഷൻ ഉണ്ട്, ആ മാൻഷൻ പോയി ലീസിനെടുത്ത് അവിടെ ജീവിക്കാമെന്ന് വെറോണിയുടെ അമ്മയോട് പറയുന്നു. ഇതെല്ലാം വിറ്റിട്ട് വരുവാനായിട്ടും ആവശ്യപ്പെടുന്നത് കൊണ്ട് അവർ ഉടനെ തന്നെ ഇതെല്ലാം വിറ്റതിന് ശേഷം മാൻഷൻ ലീസിനെടുക്കുവാനായും പോവുകയാണ്. അങ്ങനെ ആ ഒരു മാൻഷൻ ലീസിനെടുത്തതിന് ശേഷം അതൊരു ലോഡ്ജാക്കി മാറ്റുന്നു. അവിടെയാണ് പിന്നീട് വെറോണിയും വെറോണിയുടെ അമ്മയും വെറോണിയുടെ ചിറ്റപ്പനും താമസിക്കുന്നത്. അമ്മ എപ്പോഴും ലോഡ്ജ് നോക്കി നടത്തുന്നതിന്റെ ബിസിയിലായിരുന്നു. വെറോണിയുടെ കാര്യമൊക്കെ നോക്കുന്നത് ചിറ്റപ്പനും. ചിറ്റപ്പൻ എപ്പോഴും അവളെ നന്നായിട്ട് കെയർ ചെയ്യുമായിരുന്നു. എന്നാൽ ഒരു ദിവസം വെറോണിയെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ചിറ്റപ്പനാണെങ്കിൽ അവളെ കൊണ്ട് മോശമായിട്ടുള്ള കാര്യമൊക്കെ ചെയ്യിപ്പിക്കും. എന്നാൽ അത് അമ്മ കണ്ടുകൊണ്ട് വരികയാണ്. വെറോണിയെ അമ്മ ഒരുപാട് തല്ലുന്നു. എന്നിട്ട് ചിറ്റപ്പനെയും ഒരുപാട് വഴക്ക് പറഞ്ഞതിന് ശേഷം വെറോണിയെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവളെ കൊണ്ടുവന്ന് മുറിയിൽ അടച്ചിടും. ഇനി മേലാൽ ഇവിടെ നിന്നും പുറത്തിറങ്ങി പോകരുതെന്ന് പറഞ്ഞിട്ടാണ് അമ്മ അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ അടുത്ത ദിവസവും വെറോണി ഞാൻ ചിറ്റപ്പനടുത്തേക്ക് പൊയ്ക്കോട്ടെ എന്നാണ് അമ്മയോട് പറയുന്നത്. പക്ഷേ അമ്മയാണെങ്കിൽ അവളെ അതിന് അനുവദിക്കുന്നതേയില്ല. എന്നാൽ അമ്മ ലോഡ്ജിന്റെ കാര്യമൊക്കെ നോക്കി തിരക്കിലിരുന്ന സമയം വെറോണി അമ്മ അറിയാതെ ചിറ്റപ്പനടുത്തേക്ക് പോകുന്നു. ചിറ്റപ്പന്റെ റൂമിൽ ചെല്ലുമ്പോഴോ ചിറ്റപ്പൻ എഴുന്നേൽക്കുന്നതേയില്ല. ചിറ്റപ്പൻ മരണപ്പെട്ടിരുന്നു. വെറോണി ചിറ്റപ്പന്റെ മുറിയിലേക്ക് പോയതറിഞ്ഞ് അമ്മ ദേഷ്യത്തിൽ അവിടെ വരുമ്പോഴാണ് ചിറ്റപ്പൻ മരണപ്പെട്ടു പോയ വിവരം അമ്മയും അറിയുന്നത്. അങ്ങനെ ചിറ്റപ്പന്റെ മരണാനന്തര ചടങ്ങുകളും കഴിയുന്നു. കുറേ നാളുകൾ കടന്നുപോയി. വെറോണി ഇപ്പോൾ വലിയ കുട്ടിയായിരിക്കുകയാണ്. അമ്മ ഇല്ലാത്തത് കൊണ്ട് തന്നെ ലോഡ്ജിൽ ഇപ്പോൾ നിൽക്കുന്നത് വെറോണിയാണ്, അതും അവളുടെ സ്കൂൾ യൂണിഫോമിൽ. അപ്പോൾ അവിടേക്ക് ഒരാൾ വരികയാണ്. അയാളുടെ മുഖമൊന്നും കാണിക്കുന്നതേയില്ല. അയാളെ നമുക്ക് ജോസഫ് എന്ന് പറയാം. അങ്ങനെ ജോസഫ് ആണെങ്കിലോ മുറി എടുക്കുന്നു. മുറി കാണിച്ചു കൊടുക്കുവാനായിട്ട് പോകുന്നത് വെറോണിയായിരുന്നു. വെറോണി അകത്തേക്ക് കയറിയതും ഈ ജോസഫും അകത്തേക്ക് കയറി വാതിൽ കുറ്റിയിടുകയാണ്. വെറോണി പേടിച്ച് പുറത്തേക്ക് ഓടുവാനായി ശ്രമിക്കുന്ന സമയം വെറോണിയെ പിടിച്ച് ഭിത്തിയിൽ ചാരി നിർത്തി അവളുടെ വാ പൊത്തുന്നു. എന്നിട്ട് അയാളാണെങ്കിലോ അയാളുടെ ഡ്രസ്സ് അഴിക്കുകയാണ്. വെറോണി നോക്കുന്ന സമയത്ത് അയാളുടെ ദേഹത്ത് വലിയൊരു മുറിവ് പറ്റിയിട്ടുണ്ട്. ഇതെന്ത് സംഭവിച്ചതാണെന്ന് വെറോണി ചോദിക്കും. എന്നാൽ അയാളാണെങ്കിൽ എന്ത് സംഭവിച്ചെന്ന് പറയത്തേയില്ല. വെറോണി അയാൾക്ക് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു കാര്യം നീ നിന്റെ അമ്മയോട് പറയണ്ട, ഞാൻ എന്തായാലും ഉടനെ തന്നെ ഇവിടെ നിന്ന് പൊയ്ക്കോളാമെന്ന് വെറോണിയോട് പറയും. അങ്ങനെ വെറോണിയാണെങ്കിൽ മരുന്നൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അയാൾ അങ്ങനെ ഉറങ്ങുകയും ചെയ്യുന്നു. ജോസഫ് ഉറക്കമുണരുമ്പോൾ കാണുന്നത് വെറോണിയ റൂമിൽ ജോസഫിന് കാവലിരിക്കുന്നതാണ്. വെറോണിയെ അടുത്തേക്ക് വിളിക്കുകയാണ് ജോസഫ്. നിങ്ങൾ ആരാന്ന് വെറോണി ചോദിക്കുമ്പോൾ, ഞാൻ ആരാണെന്നുള്ള കാര്യം നിന്നോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ നിന്റെ കഥ കഴിക്കേണ്ടി വരുമെന്ന് ജോസഫ് പറയും. അത് സാരമില്ല, നിങ്ങൾ ആരാണെന്ന് തുറന്നു പറയുവാനായിട്ടും വെറോണി ആവശ്യപ്പെടുന്നു. അങ്ങനെ ജോസഫ് താൻ ആരാണെന്നുള്ള കാര്യം വെറോണിയുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് അയാൾക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നും അയാൾ വെറോണിയുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കും. അത് നമ്മളെ കേൾപ്പിക്കുന്നതേയില്ല.
അയ്യോ, നിങ്ങളുടെ കാര്യമെല്ലാം എന്നോട് പറഞ്ഞല്ലോ, ഇനി എന്നെ കൊല്ലുമോ എന്ന് വെറോണി ചോദിക്കുമ്പോൾ അയാൾ അതിന് ചിരിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ഞാൻ പറഞ്ഞ കാര്യമെല്ലാം നീ ആരോടെങ്കിലും പറയുമോ? ഒരിക്കലും പറയരുതേ എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് വെറോണി പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞ് വന്നു നോക്കുമ്പോഴോ അയാൾ കാശെല്ലാം റിസപ്ഷനിലിരിക്കുന്ന പയ്യനെ ഏൽപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് പോയിരുന്നു. ജോസഫ് എവിടെ പോയി, എവിടെ പോണെന്ന് വല്ലതും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് റിസപ്ഷനിസ്റ്റ് പറയുന്നത്. വെറോണി സങ്കടത്തോടു കൂടി റൂമിൽ വന്ന് നോക്കും. ജോസഫ് അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ വെറോണി പതിവ് പോലെ സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂളെല്ലാം കഴിഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയം ജോസഫ് ആണെങ്കിൽ കാറും കൊണ്ട് വന്ന് നിൽക്കുന്നു. ജോസഫിന്റെ മുഖമൊന്നും നമുക്ക് കാണിക്കുന്നതേയില്ല. വെറോണിയാണെങ്കിലോ ബസ്സിൽ കയറാതെ ജോസഫിന്റെ കാറിലേക്ക് വന്ന് കയറുകയാണ്. അല്ല, ഞാൻ എന്റെ ഫോൺ നമ്പർ അവിടെ എഴുതി വെച്ചിരുന്നു, നീ എന്താ എന്നെ വിളിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ കാണാൻ വരില്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തതെന്ന് അവൾ മറുപടി പറയുന്നു. അവളുടെ മുഖത്തൊക്കെ തടവിക്കൊണ്ടിരിക്കുകയാണ് ജോസഫ്. സമയമായതുകൊണ്ട് തന്നെ വെറോണി വീട്ടിലേക്കും പോകുന്നു. ഒരുപാട് സന്തോഷത്തിലാണ് വെറോണി വീട്ടിലേക്ക് എത്തുന്നത്. കാരണം വെറോണിക്ക് ജോസഫിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അയാളോട് അവൾക്ക് പ്രണയവും തോന്നി തുടങ്ങി. വെറോണി വീട്ടിലേക്ക് എത്തുമ്പോൾ അമ്മയാണെങ്കിൽ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. കാരണം വെറോണിയുടെ രക്തം പറ്റിയ യൂണിഫോം അമ്മയ്ക്ക് കിട്ടിയിരുന്നു. ഈ പ്രായത്തിൽ നീ നിന്റെ വെർജിനിറ്റി കളഞ്ഞല്ലേ, ഇതിനാണോ നീ നിന്റെ സ്കൂളിൽ പോകുന്നെന്ന് പറഞ്ഞ് അമ്മ അവളെ ഒരുപാട് തല്ലുകയും റൂമിൽ അടച്ചിടുകയും ചെയ്യുന്നുണ്ട്. വെറോണിക്കാണെങ്കിലോ ആകെ സങ്കടം. എന്നാൽ അന്നേ ദിവസമാണ് വെറോണി വീട്ടിൽ നിന്നും മിസ്സായി പോകുന്നത്. വെറോണിയെ അവിടെയെല്ലാം അന്വേഷിച്ചിട്ടും അവൾ എവിടെയാണെന്നുള്ള കാര്യം അമ്മയ്ക്ക് കണ്ടെത്താനേ കഴിഞ്ഞില്ല. എന്നാൽ വെറോണി പോയിരിക്കുന്നത് ജോസഫിനൊപ്പമാണ്. ജോസഫിന്റെ വീട്ടിലേക്കാണ് വെറോണിയെ കൊണ്ടുവരുന്നത്. എന്നിട്ട് അവൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നു. അന്നേ ദിവസം രാത്രി അവർ ഉറങ്ങുവാനെയും കിടക്കുകയാണ്. അടുത്ത ദിവസം പരിപാടിയെല്ലാം കഴിഞ്ഞ് വെറോണി ഉറക്കമുണരുമ്പോഴോ ജോസഫ് അടുത്തില്ല. പകരം അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. അവർ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാ. ജോസഫ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ജോസഫ് പോയി. എവിടെ പോയി? അതെനിക്കറിയത്തില്ല. എപ്പോൾ വരുന്നു, എവിടെ പോകുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല എന്നുള്ള കാര്യം അവർ പറയുമ്പോൾ അല്ല, നിങ്ങൾ ആരാ എന്ന് വെറോണി ചോദിക്കുന്നു. ഞാൻ ജോസഫിന്റെ ഭാര്യയാണെന്ന് ആ സ്ത്രീ പറയുകയാണ്. അത് കേട്ടതും വെറോണി ആകെ ഷോക്കായി പോവുകയാണ്. അവൾ പൊട്ടിക്കരയും. എന്നിട്ട് ആ സ്ത്രീയുടെ ഫോണിൽ നിന്നും ജോസഫിനെ കോൾ ചെയ്യുന്നു. നിങ്ങൾ വിവാഹം കഴിച്ചതാണെന്ന് എന്നോടെന്താ പറയാത്തെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്തായാലും എന്റെ കാര്യങ്ങൾ നടക്കണമായിരുന്നു. ഞാൻ എല്ലാ തവണയും സ്ത്രീകളെടുത്ത് അങ്ങോട്ട് പോകാറാ പതിവ്. പക്ഷേ നീ ഇങ്ങോട്ട് വന്നു, അതുകൊണ്ട് ഞാൻ വിട്ടുകളയണ്ടെന്ന് കരുതി. അതാ നിന്നെ ഞാൻ കൊണ്ടുവന്ന് എന്റെ പരിപാടിയെല്ലാം നടത്തിയതെന്ന് പറയും. എന്നാൽ അവളാണെങ്കിൽ പൊട്ടിക്കരയുകയാണ്. എന്നെ കല്യാണം കഴിക്കണമെന്ന് അവൾ ആവശ്യപ്പെടുന്നു. പക്ഷേ അതിനൊന്നും അയാൾ തയ്യാറായതേയില്ല. അയാൾ കോള് കട്ട് ചെയ്തിട്ട് പോവുകയാണ്. അതേസമയം ജോസഫിന്റെ ഭാര്യ വെറോണിക്ക് അടുത്തേക്ക് വന്നിട്ട് ഇവിടെ നിൽക്കണ്ട, നാട്ടിലേക്ക് പൊക്കിയോ എന്ന് പറഞ്ഞ് അവളെ ബസ് കയറ്റി വിടുന്നു. അതേസമയം വെറോണിയെ കാണാത്തത് കൊണ്ട് വെറോണിയുടെ അമ്മയും ടോണിയും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തിരുന്നു. അപ്പോഴാണ് വെറോണി വീട്ടിലേക്ക് വന്നത്. വെറോണിക്ക് അടുത്തെത്തുന്ന അമ്മ അവളെ ഒരുപാട് തല്ലും. നിന്റെ കാര്യമെല്ലാം ടോണിക്ക് അറിയാം. ടോണി അതെല്ലാം അറിഞ്ഞിട്ടും നിന്നെ വിവാഹം കഴിക്കുവാനായിട്ട് തയ്യാറാണ്. ഉടനെ തന്നെ നിന്റെ വിവാഹം കാണുമെന്ന് അമ്മ അവളെ ഭീഷണിപ്പെടുത്തുന്നു. അത് കേട്ടതും വെറോണി ആകെ തകർന്നു പോവുകയാണ്. വെറോണി ആ നമ്പറിലേക്ക് തുരുതുരാ വിളിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ജോസഫ് കോൾ എടുക്കുകയാണ്. നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാണെന്നുള്ള സത്യം ഞാൻ എഴുതി വെച്ചതിന് ശേഷം എന്റെ ജീവൻ ഞാൻ അവസാനിപ്പിക്കുമെന്നും വെറോണി പറയുന്നു. ഓക്കെ, അങ്ങനെയൊന്നും ചെയ്യരുത്, ഞാൻ നാളെ നിന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോകാമെന്നും വെറോണിയോട് ജോസഫ് പറയുന്നു. അങ്ങനെ അടുത്ത ദിവസമായി. വെറോണി കൊല്ലപ്പെടുന്ന സമയം ഏത് ഡ്രസ്സാണോ ധരിച്ചിരുന്നത് ആ ഡ്രസ്സുമിട്ട് വെറോണി പോകുവാനായി ഇറങ്ങുകയാണ്. അതാണ് വെറോണിക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ആ സീൻ അവിടെ കട്ടായി എഴുത്തുകാരനായ നാസറിനെ കാണിക്കുന്നു. ബുക്ക് പബ്ലിഷ് ചെയ്തത് കൊണ്ട് തന്നെ അത് സംബന്ധിച്ച് പ്രസ് മീറ്റ് നടത്തുകയാണ്. ആരാണ് വെറോണിയെ കൊല ചെയ്തത്, ആ അജ്ഞാതൻ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് തുറന്നു പറയുവാനായിട്ട് നാസർ കൂട്ടാക്കുന്നതേയില്ല. അതേസമയമായിരുന്നു വിവേക് അവിടേക്ക് വരുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരാളില്ല, ഇതെല്ലാം നിങ്ങൾ വെറുതെ എഴുതി കൂട്ടിയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനാദ്യം നാസർ സമ്മതിക്കുന്നതേയില്ല. വിവേകിന്റെ ചോദ്യങ്ങൾക്കൊന്നും നാസർ ഉത്തരം നൽകുന്നതേയില്ല. നിങ്ങളുടെ കഴിഞ്ഞ 2 ബുക്കും ഫ്ലോപ്പ് ആയിരുന്നു, അതുകൊണ്ട് ഈ ഒരു ബുക്ക് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിച്ചതല്ലേ, ഇങ്ങനൊരു കഥയെ വെറോണിയുടെ ജീവിതത്തിൽ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ നാസർ അത് സമ്മതിക്കുകയാണ്. വെറോണിയെ കുറിച്ച് വളരെ മോശമായിട്ടാണ് മീഡിയക്കാർ ഓരോന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് പാവം തോന്നിയിട്ടാണ് വെറോണിയുടെ ഇമേജ് രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തതെന്നും നാസർ സമ്മതിക്കുന്നു. നിങ്ങളെ നാണം കെടുത്താൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഞാൻ ഇങ്ങനെ ചെയ്തത്. ഈ കേസ് ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് എനിക്കിതെല്ലാം തെളിയിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞിട്ട് മാപ്പും ചോദിച്ച് വിവേക് അവിടെ നിന്ന് പോകുന്നു. നാസറും പത്രക്കാരുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാതെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്.
ആ സീൻ അവിടെ കട്ടായി. വിവേകയ്ക്ക് നേരെ എത്തുന്നത് വണ്ടി നമ്പർ കിട്ടിയില്ലേ, ആ ഒരു വണ്ടി നമ്പർ വെച്ച് അഡ്രസ്സ് കണ്ടെത്തി ആളിനടുത്തേക്കാണ്. അതൊരു വയസ്സായ ആളായിരുന്നു. ഞാൻ വണ്ടി വിൽക്കുകയാണ് ചെയ്തത്, വിറ്റത് പാൽ സിംഗത്തിനാണ്, അല്ലാതെ വലൻ എന്ന ആൾക്കല്ല എന്നുള്ള കാര്യം അയാൾ പറയുന്നു. സത്യത്തിൽ നേരത്തെ ആ 3 പേരോടുമൊപ്പം ഒരാൾ വന്നെന്ന് പറഞ്ഞില്ലേ, അയാളുടെ പേര് വലൻ എന്നാണ്. അങ്ങനെ ആ ഒരു വയസ്സായ ആൾ പറഞ്ഞ പാൽ സിംഗത്തിനെ കാണുവാൻ വേണ്ടിയിട്ട് പോകുന്നു. പാൽ സിംഗം ഇപ്പോൾ ജയിലിലാണ്. പാൽ സിംഗത്തിനോട് വന്ന് വലനെ കുറിച്ച് അന്വേഷിക്കും. ജയിലിൽ വെച്ചാണ് വലനെ പരിചയപ്പെട്ടത്. ആര് കാശ് കൊടുത്താലും മുന്നും പിന്നും നോക്കാതെ ആളിന്റെ കഥ കഴിക്കും. വലന്റെ പേരിൽ റേപ്പ് കേസുകളുമുണ്ട്. കന്യാകുമാരിയിൽ 2 കേസുണ്ടെന്നുള്ള കാര്യം പാൽ സിംഗം പറയുന്നു. പിന്നെ ആ ഒരു കാറ് എന്റേതാണ്. എന്നോടൊരു ദിവസം ചോദിച്ചു, ഞാൻ കൊടുത്തു. പക്ഷേ പിന്നീട് ആ ഒരു കാർ എനിക്ക് തിരികെ തന്നിട്ടേയില്ല. അവനോട് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ വെട്ടൊന്ന് തുണ്ടൻ രണ്ടാണ്. അതുകൊണ്ട് പേടിച്ചാ ഞാൻ ഒന്നും ചോദിക്കാത്തതെന്നുള്ള കാര്യം പാൽ സിംഗം പറയുന്നു. അങ്ങനെ പാൽ സിംഗം പറഞ്ഞതനുസരിച്ച് വലന്റെ പേരിൽ കേസുള്ള കന്യാകുമാരി പോലീസ് സ്റ്റേഷനിലേക്കും എത്തുകയാണ്. അവിടുത്തെ ഇൻസ്പെക്ടറിനോട് വലനെ കുറിച്ച് അന്വേഷിക്കുന്നു. വലനെ കുറിച്ച് കൂടുതൽ വല്ലതും അറിയണമെങ്കിൽ വേറൊരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടെന്ന് പറഞ്ഞ് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരും പറഞ്ഞു കൊടുക്കുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലോ പള്ളിയിൽ നിൽക്കുകയാണ്. പള്ളിയിലേക്ക് എത്തുകയാണ് വിവേക്. വലനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഒരു കേസ് സംബന്ധമായിട്ട് വലന്റെ വീട് ഞാൻ കണ്ടുപിടിച്ചിരുന്നു എന്ന് പറഞ്ഞ് വലന്റെ വീടും വീട്ടിലേക്ക് പോകുന്ന വഴിയും കാര്യങ്ങളുമൊക്കെ വരച്ചു കൊടുക്കുകയാണ്. വലന്റെ വീട് ഒരു വെറൈറ്റി വീടാ, ഏകദേശം ഒരു ബോട്ട് പോലെ ഇരിക്കും, ഒരു വിജനമായ ഏരിയയിലാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ. പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതനുസരിച്ച് വീട് അന്വേഷിച്ച് പോവുകയാണ് രാമനും വിവേകും. വിജനമായ ഏരിയ, കാട്ട് ഏരിയ, അവിടെ അങ്ങനെ ഒരു വീടേയില്ല. ഒടുവിൽ അവർ തിരിച്ചു പോകാമെന്ന് കരുതുന്ന സമയത്താണ് റോഡ് സൈഡിനായിട്ട് ബോട്ടിന്റെ ഷേപ്പിനൊരു വീടിരിക്കുന്നത് കാണുന്നത്. ഇതാണല്ലോ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നതെന്ന് ചിന്തിച്ച് വിവേകൻ രാമനും ആ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴോ വയസ്സായ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് വലന്റെ വീടല്ലേ, നിങ്ങൾ വലന്റെ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ വലന്റെ അച്ഛനും അമ്മയുമാണ്. അവൻ ഇവിടെ വന്നിട്ട് കുറേ നാളുകളായി. അവൻ എവിടെയാണെന്നുള്ളത് ഒരു വിവരവുമില്ല. അല്ലാത്തപ്പോൾ 3 മാസം കൂടുമ്പോൾ ഇവിടെ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് വലന്റെ സഹോദരനാണെന്നും അവർ പറയുന്നു. വലന്റെയും വലന്റെ സഹോദരന്റെയും കുട്ടിക്കാലത്തെ ഫോട്ടോയുണ്ടായിരുന്നു. അതും ഫോട്ടോ എടുത്തുകൊണ്ടാണ് അവർ അവിടെ നിന്ന് പോകുന്നത്. അവർ നേരെ എത്തിയിരിക്കുന്നത് ആ 3 പേരെയും അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ അവർക്കടുത്തേക്കാണ്. 3 പേരോടും വലൻ എവിടെ, നിങ്ങളാണോ വലനെ മാറ്റിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നവർ പറയുന്നു. എന്നാൽ അവരെ പിടിച്ചുകൊണ്ടുവന്ന് നല്ല രീതിക്ക് തല്ലുമ്പോഴാണ്, സാർ സത്യം പറയാം, ആ വലനെ ഞങ്ങൾ ഗോഡൌണിൽ അടച്ചിട്ടിരിക്കുകയാണ്, ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ ഉണ്ടെന്ന് അവർ സത്യം പറയുന്നു. അങ്ങനെ ഒരുത്തനുമായിട്ട് നേരെ അവരുടെ സ്ഥലത്തേക്ക് വരികയാണ്. ഗോഡൌണിലേക്ക് വരുന്ന സമയം തന്നെ പോലീസുകാർക്കൊപ്പം ഉണ്ടായിരുന്ന 3ാമതൊരാൾ പറയുന്നുണ്ട്, വലൻ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. പലതവണയും അമ്മ ഞങ്ങളോട് പറയുമായിരുന്നു അവന്റെ കഥ കഴിക്കാൻ, പക്ഷേ ഞങ്ങളത് ചെയ്തില്ല. അവനെ കൊണ്ടുവന്ന് ഇവിടെ ലോക്ക് ചെയ്യുകയാണ് ചെയ്തതെന്നും 3 പേരിൽ ഒരാൾ പറയുന്നു. അങ്ങനെ ഗോഡൌണിലെത്തി ഗോഡൌൺ പരിശോധിക്കുകയാണ്. ഗോഡൌൺ പരിശോധിക്കുമ്പോൾ കാണുന്ന കാഴ്ച വലന്റെ അസ്ഥികൂടമായിരുന്നു. വലൻ അവിടെ കിടന്ന് മരണപ്പെട്ടു പോയി. അതോടുകൂടി ഇനി എന്ത് ചെയ്യുമെന്നാണ് വിവേക് ചിന്തിക്കുന്നത്. കേസിന് ഇനി ഒരു ലീഡും കിട്ടിയിട്ടില്ലല്ലോ, ആരാണിതിന് പിന്നിലെന്ന് കണ്ടെത്താനും കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് തന്നെ സങ്കടപ്പെട്ടിരിക്കുകയാണ് വിവേക്. വിവേകിന്റെ ഭാര്യയും വിവേകിന്റെ സങ്കടമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഭാര്യ വിവേകിനെ ഒരുപാട് ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ തുണി കഴുകുവാനായിട്ട് വിവേകിന്റെ ഡ്രസ്സ് എടുക്കുന്ന സമയം പാന്റിന്റെ പോക്കറ്റിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ വലന്റെ വീട് വരച്ചു കൊടുത്തില്ലേ, ആ ഒരു പേപ്പർ കിട്ടുകയാണ്. പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ വിവേകിന് ഒരു കാര്യം മനസ്സിലായി. ചർച്ചിലെ പേപ്പറായിരുന്നു അത്. ഉടനെ തന്നെ ചർച്ചിലേക്ക് എത്തുകയാണ് വിവേക്. എന്നിട്ട് അവിടുത്തെ ഫാദറിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ട് നന്ദി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും സന്തോഷത്തോടു കൂടി ഇറങ്ങുന്നു. അതിനുശേഷം കോൾ ചെയ്യുന്നത് നാസറിനാണ്. നിങ്ങളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം, എന്നോട് ക്ഷമിക്കണം. എനിക്ക് വെറോണിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണമായിരുന്നു എന്നും വിവേക് പറയുന്നു. നാസർ പറയുന്നത്, ഞാൻ അറിഞ്ഞ മുഴുവൻ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടേയില്ല. വെറോണി അവളുടെ കാര്യങ്ങളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യവും നാസർ പറയുകയാണ്. എന്നിട്ട് നാസറാണെങ്കിലോ കുറച്ച് കാര്യങ്ങൾ വിവേകിനോട് പറയും. അതെന്താണെന്നുള്ളത് നമ്മളെ കാണിക്കുന്നതേയില്ല. ചർച്ച് ഫാദർ പറഞ്ഞതും നമ്മളെ കാണിക്കുന്നില്ല. എന്തായാലും ഒരുപാട് നന്ദി, എന്റെ കേസിന് ഇത് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞിട്ടാണ് വിവേക് കോള് കട്ട് ചെയ്യുന്നത്. അവിടെ നിന്നും വിവേക് നേരെ പോകുന്നത് വെറോണിയുടെ അമ്മയെ കാണുവാൻ വേണ്ടിയിട്ടാണ്. വെറോണിയുടെ അമ്മ ഒരു കള്ളം പറഞ്ഞിരുന്നു. അതെന്താണെന്നുള്ളത് വിവേക് കണ്ടുപിടിച്ചു. സത്യത്തിൽ അന്ന് വെറോണി കാണാതാകുന്ന ദിവസമില്ലേ, വെറോണി തന്റെ ആന്റിയുടെ അടുത്ത് പോകുന്നതിന് മുൻപായിട്ട് വെറോണിയും അമ്മയും ചേർന്ന് ചർച്ചിലേക്ക് പോയി അവിടെ ഒരു പ്രെയർ നടക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ അമ്മ പറഞ്ഞില്ലേ. സത്യത്തിൽ അങ്ങനെ ഒരു പ്രെയറേ അവിടെ നടന്നിട്ടില്ല. വെറോണി പ്രെയറിനിടയിൽ വെച്ച് ഇറങ്ങിപ്പോയെന്നും ഒരാളെ കണ്ടു, അയാളോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് താൻ കണ്ടു എന്നൊക്കെ വെറോണിയുടെ അമ്മ പറഞ്ഞില്ലേ, അതെല്ലാം കള്ളമാണ്. അന്നേ ദിവസം ചർച്ചിൽ അങ്ങനെ ഒരു പ്രെയറേ നടന്നിട്ടില്ല. എന്തോ ഒരു കാര്യം സംബന്ധിച്ച് പ്രെയർ മാറ്റി വെക്കുകയുണ്ടായി. പിന്നെ എന്തിനായിരിക്കാം വെറോണിയുടെ അമ്മ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് എന്നുള്ളതിപ്പോൾ വിവേകിന് അറിയണമായിരുന്നു.
വെറോണിയുടെ അമ്മയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുകയാണ്. നീ എന്തിനാ നിന്റെ മകളെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ മകളെ കൊന്നിട്ടേയില്ല എന്ന് അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു. നീ എന്തിനാ കള്ളം പറഞ്ഞത്? അന്ന് ചർച്ചിലേക്ക് പോയെന്നും അവിടെ വെച്ച് ഒരാളെ വെറോണിക്കൊപ്പം കണ്ടു എന്നൊക്കെ. അന്ന് ചർച്ചിൽ പ്രയറൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിന് വെറോണിയുടെ അമ്മയ്ക്ക് മറുപടിയില്ലായിരുന്നു. അതേസമയം അവിടെ ഉണ്ടായിരുന്ന ഒരു വനിതാ കോൺസ്റ്റബിളിനെ കൊണ്ട് വെറോണിയുടെ അമ്മയെ ചോദ്യം ചെയ്യുവാനെയും ആവശ്യപ്പെടുന്നു. അവർ എത്ര തന്നെ തല്ലിയിട്ടും വെറോണിയുടെ അമ്മ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. വെറോണിയുടെ അമ്മയ്ക്കടുത്തേക്ക് എത്തിയ വിവേക്, നിന്റെ മകൾ നിന്നെക്കുറിച്ച് എഴുതി വെച്ചിരുന്ന ലെറ്റർ നിന്റെ വീട് പരിശോധിച്ചപ്പോൾ എനിക്ക് കിട്ടി. ഞാനിത് വായിക്കട്ടെ. നീ നിന്റെ മകളോട് ചെയ്ത ക്രൂരത എന്താണെന്നുള്ളത് ഇതിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ലെറ്റർ വായിക്കുവാനായും തുടങ്ങുന്നു. സത്യത്തിൽ ആദ്യമായിട്ട് വെറോണിയെ വീട്ടിൽ നിന്ന് കാണാതായില്ലേ? ആ സമയം അവൾ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പോയത്. ആ ലെറ്ററിൽ എഴുതി വെച്ചിരുന്നത് എന്തെന്നാൽ, അമ്മയ്ക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലേ, അമ്മ എന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. എന്റെ യൂണിഫോമിൽ ചെറുതായിട്ടൊന്ന് രക്തം പറ്റിയിരുന്നപ്പോൾ അമ്മ എന്താ പറഞ്ഞത്? ഞാൻ വേറെ പരിപാടിക്ക് പോവുകയാണെന്നല്ലേ. സത്യത്തിൽ ഞാനന്ന് സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്ത് ഒരു പട്ടി ആക്സിഡന്റായി റോഡിൽ കിടന്നു. ഞാൻ ആ പട്ടിക്കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതിന് ട്രീറ്റ്മെന്റ് കൊടുത്തു. അതിന്റെ രക്തമാണ് എന്റെ യൂണിഫോമിൽ ഉണ്ടായിരുന്നത്. അമ്മ അതെന്താണെന്ന് എന്നോടൊന്ന് ചോദിക്കുവാൻ പോലും കൂട്ടാക്കാതെയാണ് എന്നെ തല്ലിയത്. പിന്നെ അമ്മയും ചിറ്റപ്പനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാനത് കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ചിറ്റപ്പൻ എന്നോട് മോശമായി പെരുമാറി. പക്ഷേ ഞാൻ അമ്മയുടെ സ്വഭാവമല്ല. ചിറ്റപ്പന് വഴങ്ങി കൊടുക്കുവാനായിട്ട് ഞാൻ തയ്യാറുമല്ലായിരുന്നു. ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്വഭാവമാണ്. പിന്നെ എനിക്ക് സൗന്ദര്യമുണ്ടായി പോയതും ഒരുപാട് പേർ എൻ്റെ പിന്നാലെ നടക്കുന്നതും എൻ്റെ തെറ്റല്ല, എനിക്ക് ദൈവം തന്നതാണ്. ഞാനത് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ഒരുപാട് ശ്രമിച്ചു നോക്കിയതാ. പക്ഷേ അമ്മ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലെറ്റർ എഴുതുന്നെന്ന് പറഞ്ഞിട്ടാണ് അവൾ ആ ഒരു വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. എന്നാൽ എന്തോ ഇറങ്ങിപ്പോയതിനു ശേഷം വെറോണിക്ക് കുറ്റബോധം തോന്നി. ആ ഒരു ലെറ്റർ അമ്മയുടെ കയ്യിൽ കിട്ടിയാലോ എന്ന് പേടിച്ചാണ് അവൾ വീട്ടിലേക്ക് വന്ന് ലെറ്റർ അന്വേഷിക്കുന്നത്. അതിനു മുൻപ് തന്നെ വെറോണിയുടെ അമ്മ ലെറ്റർ കണ്ടുപിടിച്ചിരുന്നു. അതിലെഴുതിയിരുന്ന എന്താണെന്നും അമ്മ വായിച്ചിരുന്നു. വെറോണിയാണെങ്കിലോ അമ്മയെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അമ്മയോട് ക്ഷമ ചോദിക്കുകയും ചെയ്യും. അങ്ങനെയിരിക്കെ ഒരു ദിവസം, അതായത് വെറോണി കൊല്ലപ്പെടുന്ന ദിവസം, വെറോണി രാവിലെ ഉറക്കമായിരുന്നു. വെറോണിക്കടുത്തേക്ക് എത്തുന്ന അമ്മ അവളെ തട്ടി വിളിക്കുകയും നീ എഴുന്നേറ്റ് ആന്റിയുടെ വീട്ടിൽ പോകുവാനായിട്ടും ആവശ്യപ്പെടുന്നു. ഇതുവരെയായിട്ടും അമ്മ അങ്ങനെ പറഞ്ഞിട്ടേയില്ല. പക്ഷേ അന്നങ്ങനെ പറഞ്ഞതോർത്ത് വെറോണിയും അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ അവൾ റെഡിയായിട്ട് പോകുവാനായി ഇറങ്ങുന്ന സമയം നാസറിന്റെ കോൾ വരും. നാസറിനോട് താൻ അങ്ങോട്ട് പോവുകയാണെന്നുള്ള കാര്യവും അമ്മ നിർബന്ധിച്ചിട്ടാണ് പോകുന്നതെന്നും അവൾ തുറന്നു പറഞ്ഞിട്ടാണ് പോകുന്നത്. നാസറിന്റെയും വെറോണിയുടെയും പെരുമാറ്റത്തിൽ നിന്നും അച്ഛനായിട്ടാണ് വെറോണി നാസറിനെ കാണുന്നത്. സ്വന്തം മകളായിട്ടാണ് നാസർ വെറോണിയെ കാണുന്നതെന്ന് മനസ്സിലാക്കാം. ഇതെല്ലാം വിവേക് എണ്ണി എണ്ണി ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ മകളെ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വെറോണിയുടെ അമ്മ വല്ലാതെ ബഹളം വയ്ക്കുന്നു. എന്നാൽ അതേസമയം തന്നെ വിവേക് ചോദിക്കുന്നുണ്ട്, സത്യത്തിൽ നീയും ടോണിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നില്ലേ? നിനക്ക് ടോണി ജീവിതകാലം മുഴുവൻ നീയുമായിട്ട് ബന്ധം കൊണ്ടുപോകണം. അതിനു വേണ്ടിയിട്ട് നീ കണ്ടെത്തിയ വഴി നിന്റെ മകളെ കൊണ്ടവനെ വിവാഹം കഴിപ്പിക്കുക. എന്നിട്ട് നിന്റെ ആവശ്യങ്ങൾക്കും അവനെ ഉപയോഗിക്കുക. പക്ഷേ നീ നിന്റെ മകളുമായിട്ട് അവന് വിവാഹം ഉറപ്പിച്ച സമയത്ത് അവന് നിന്റെ മകളോട് പ്രണയം തോന്നി. നീയുമായിട്ട് അവൻ അടുപ്പം കുറച്ചു. അതുകൊണ്ടല്ലേ നീ നിന്റെ മകളെ കൊല്ലുവാനായിട്ട് തീരുമാനിച്ചെന്ന് വിവേക് ചോദിക്കുമ്പോൾ, അല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വെറോണിയുടെ അമ്മ പറയുന്നു. നീ വലന് കൊട്ടേഷൻ കൊടുക്കുകയല്ലേ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴും അല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്നൊരു ചെറിയൊരു കട്ടറെടുത്ത് തന്റെ കഴുത്തറക്കുന്നു. അതോടുകൂടി അവരുടെ ബോധം പോവുകയാണ്. എത്രയും വേഗം അവരെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകുന്നു. ഒരുവിധം രക്ഷിച്ചു എന്ന് തന്നെ പറയാം. പക്ഷെ അവർക്ക് സംസാരിക്കുവാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. അതേസമയം വെറോണിയുടെ അമ്മയെ കാണുവാൻ വേണ്ടിയിട്ട് റിസപ്ഷനിസ്റ്റ് പയ്യൻ വരുന്നു. റിസപ്ഷനിസ്റ്റ് പയ്യനാണെങ്കിലോ വെറോണിയുടെ അമ്മയെ കരഞ്ഞുകൊണ്ടാണ് നോക്കുന്നത്. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായിരുന്നു, എന്നിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് അവൻ ചിന്തിക്കും. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. സത്യത്തിൽ വെറോണിയുടെ അമ്മയും ഈ പയ്യനും തമ്മിൽ മറ്റൊരു രീതിയിലുള്ള ബന്ധമുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ആരും അറിയാതെ ബന്ധത്തിലേർപ്പെടുമായിരുന്നു. എന്നാൽ ഒരു ദിവസം ആ പയ്യൻ വെറോണിയുടെ അമ്മയോട് പറയുന്നത്, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, നമുക്ക് രണ്ടുപേർക്കും വിവാഹം കഴിക്കാമെന്നായിരുന്നു. എന്നാൽ വെറോണിയുടെ അമ്മ അതിന് മറുപടി പറയുന്നത്, നീ പറയുന്നത് ഒരിക്കലും നടക്കില്ല, എനിക്ക് വിവാഹപ്രായമായ ഒരു മകളുണ്ട്, അതിനിടയിൽ നമ്മൾ വിവാഹം കഴിക്കാനോ? എനിക്കെന്ത് പ്രായമുണ്ട്, നിനക്കെന്ത് പ്രായമുണ്ട്, അത് നീ ചിന്തിച്ചു നോക്കെന്നും വെറോണിയുടെ അമ്മ ആ പയ്യനോട് പറയുന്നു. എന്നാൽ അവനാണെങ്കിലോ അവരെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം അവർ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു നോക്കുന്ന സമയത്ത് അത് പോസിറ്റീവാണ്. അവർ പ്രഗ്നന്റ് ആണ്. എന്ത് ചെയ്യണമെന്നറിയാത്ത വെറോണിയുടെ അമ്മ അന്നേ ദിവസം രാവിലെ തന്നെ വെറോണിയെ ആന്റിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. അബോഷൻ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് വെറോണിയെ അവിടെ നിന്ന് മാറ്റിയത്. എന്നിട്ട് അവർ അബോഷനും നടത്തി. ഇതാണ് ഒരു ഫ്ലാഷ് ബാക്ക് വഴി നമ്മളെ കാണിക്കുന്നത്. ആ സീൻ അവിടെ കട്ടായി. വെറോണിയുടെ അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും നേരെ വീട്ടിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. വെറോണിയുടെ അമ്മ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ വെറോണിയുടെ അമ്മയുടെ പേരിലും കേസ് എടുത്തിട്ടുണ്ട്. FIR ഫയൽ ചെയ്തു.
FIRൽ ഒപ്പിട്ട് കൊടുത്തത് ആ റിസപ്ഷനിസ്റ്റ് പയ്യനായിരുന്നു. അങ്ങനെ സ്റ്റേഷനിലിരിക്കുന്ന വിവേകാണെങ്കിലോ FIR എടുത്ത് വായിച്ചു നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വിവേകിന് എന്തോ സ്ട്രൈക്ക് ആകുന്നു. അവിടെ നിന്നും വിവേക് നേരെ പോകുന്നത് ആ പയ്യനടുത്തേക്കാണ്. എന്നിട്ട് അവനെ അടിച്ചിട്ട് ചോദ്യം ചെയ്യും. നിനക്ക് വലനെ അറിയാമോടാന്ന് ചോദിക്കുമ്പോൾ അറിയാം, എന്റെ ചേട്ടനാണെന്നുള്ള കാര്യം അവൻ തുറന്നു പറയുന്നു. ഇതെങ്ങനെയാണ് വിവേക് കണ്ടുപിടിച്ചെന്നാൽ FIRൽ ആ പയ്യന്റെ ഒപ്പുണ്ടായിരുന്നു. അതിൽ ജോൺസ് ദുരൈ എന്നാണ് എഴുതിയിരുന്നത്. വലന്റെ വീട് അന്വേഷിച്ച് അവന്റെ വീട്ടിൽ പോകുന്ന സമയത്ത് വലന്റെ അച്ഛനും അമ്മയും പറഞ്ഞിരുന്നു വലന് ഒരു സഹോദരനുണ്ട്, അവന്റെ പേര് ദുരൈ എന്നാണെന്ന്. അതേ ദുരൈ തന്നെയാണ് ജോൺസ് ദുരൈ എന്നുള്ള രീതിയിൽ അവൻ ഒപ്പിട്ട് വെച്ചിരിക്കുന്നതും. അതിൽ നിന്നാണ് ഇതാണ് വലന്റെ സഹോദരനെന്ന് വിവേക് കണ്ടുപിടിച്ചത്. സത്യം പറ, നീ എന്തിനാ അവളെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം അവൻ തുറന്നു പറയുന്നു. സത്യത്തിൽ ആ ഒരു പയ്യനിലെ റിസപ്ഷനിസ്റ്റ് പയ്യൻ, അവന്റെ പേര് ജോൺസ് എന്നാണ്. ജോൺസിനാണെങ്കിലോ വെറോണിയുടെ അമ്മയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ വെറോണി ആദ്യം വീട്ടിൽ നിന്നും ഓടിപ്പോയില്ലേ? വെറോണി ഓടിപ്പോകുന്ന സമയത്ത് അവൾ ഒരു ലെറ്റർ എഴുതി വെച്ചില്ലേ? പിന്നീട് അവൾ തിരിച്ചു വരികയും ചെയ്തു. ആ ലെറ്റർ വെറോണിയുടെ അമ്മ വായിക്കുകയുണ്ടായി. അതിനുശേഷം വെറോണിയുടെ അമ്മയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ടായി. ജോൺസുമായിട്ട് അധികം ഇടപെടാറില്ല. മാത്രമല്ല അവന്റെ ആഗ്രഹങ്ങൾക്കൊന്നും അവർ കൂട്ടു നിൽക്കാറുമില്ല. അവർക്ക് പഴയ സ്നേഹമൊന്നും ഇല്ലാതായി. വെറോണിയുടെ കാര്യത്തിൽ മാത്രമായിരുന്നു അവർക്ക് പിന്നീട് ശ്രദ്ധ. വെറോണി ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ സ്ത്രീയെ ഇവന് വിവാഹം കഴിക്കാൻ പറ്റാതായത്. അതിന്റെ ദേഷ്യം അവന് നല്ല രീതിക്കുണ്ടായിരുന്നു. തന്റെ ചേട്ടനായ വലനെ കാണുവാൻ വേണ്ടിയിട്ട് എത്തുന്ന സമയത്ത് ജോൺസ് ഈ ഒരു കാര്യങ്ങളെല്ലാം തുറന്നു പറയും. വെറോണി ഉള്ളതുകൊണ്ടാണ് എനിക്ക് അവളുടെ അമ്മയെ കിട്ടാത്തത് എന്നുള്ള കാര്യം പറയുമ്പോൾ അവൾ ഇല്ലാതായാൽ നിനക്ക് കിട്ടുമല്ലോ, നിന്റെ ചേട്ടൻ ഇരിക്കുമ്പോൾ നീ എന്തിനു സങ്കടപ്പെടണം എന്ന് ചോദിച്ചുകൊണ്ട് വെറോണിയുടെ കഥ കഴിക്കുവാൻ വേണ്ടിയിട്ട് അവർ പ്ലാൻ ഇടുന്നു. അങ്ങനെ ഒരു ദിവസം വെറോണിയെ തന്റെ ചേട്ടന് കാണിച്ചു കൊടുക്കുകയാണ് ജോൺസ്. അതിന്റെ അടുത്ത ദിവസമാണ് വെറോണിയുടെ അമ്മ താൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതും വെറോണിയെ ആന്റിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നതും. പോകുന്ന വഴിയിൽ വെച്ച് ജോൺസും വലനും ചേർന്ന് അവളെ വണ്ടിയിലിട്ട് കൊണ്ടുപോകുന്നു. കൊണ്ടുവരുന്നതോ അവൾ മരണപ്പെട്ട് കിടന്ന ആ ഒരു വിജനമായ സ്ഥലത്തേക്കായിരുന്നു അവളെ കൊണ്ടുവന്നത്. അവിടെ വെച്ച് അവളുടെ കഥ കഴിക്കുവാനായി നോക്കും. എന്നാൽ അതിനിടയിൽ വലനാണെങ്കിലോ അവളോട് മോശമായി പെരുമാറുവാനായി ശ്രമിക്കുന്ന സമയത്ത് വലനെ പാമ്പ് കടിക്കുകയുണ്ടായി. ആ സമയം ദേഷ്യം വന്ന വലനാണെങ്കിൽ വെറോണിയുടെ കഥ കഴിക്കുകയും അവളുടെ ഡ്രസ്സ് വലിച്ചു കീറിയതിനു ശേഷം അവന്റെ കാലിൽ വലിയൊരു കെട്ട് കെട്ടുകയും ചെയ്തു. എന്നിട്ട് അവിടെ നിന്നും നേരെ എത്തുന്നത് ആ കാട്ടിൽ താമസിക്കുന്ന 3 പേരില്ലേ അവർക്കടുത്തേക്കാണ്. എന്നെ പാമ്പ് കടിച്ചു, എന്നെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ അവന്മാരാണെങ്കിലോ ആ ഗോഡൌണിലേക്ക് വലനെ കൊണ്ടുവന്നതിന് ശേഷം വലനെ കളിയാക്കി ചിരിക്കുന്നു. വലൻ കാരണം ഇവന്മാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും വലന്റെ കഥ കഴിക്കണമെന്നാണ് ഇവർ 3 പേരും കരുതിയിരുന്നത്. ഇപ്പോൾ അവർക്ക് അവസരം കിട്ടിയില്ലേ? ആ ഗോഡൌണിൽ തന്നെ വലനെ ലോക്ക് ചെയ്യുന്നു. അതേസമയം വലന്റെ കാലിൽ വെറോണിയുടെ ഡ്രസ്സ് കീറി കെട്ടിയിരുന്നില്ലേ, ആ ഒരു തുണി അവൻ അഴിച്ച് ദൂരേക്ക് എറിയുന്നു. ആ ഒരു തുണിയാണ് അന്ന് കേസ് അന്വേഷിച്ച് വിവേകൊക്കെ എത്തിയപ്പോൾ ആ ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിൽ നിന്നും അവർക്ക് കിട്ടിയത്. വലനും അവിടെ കിടന്ന് മരണപ്പെട്ടു പോകുന്നു. അങ്ങനെ ഇപ്പോൾ കേസും തെളിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥ കുറ്റവാളി ആരാണെന്നുള്ളത് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നല്ലോ. ജോൺസ് ആണ് ഇതിന് പിന്നിലെന്നുള്ളത്. എന്നാൽ വിവേകിന് വല്ലാത്ത സങ്കടം. FIR ഇട്ട് കഴിഞ്ഞാൽ വെറോണിയുടെ അമ്മയുടെ ചരിത്രമെല്ലാം പുറത്തു വരും. മീഡിയക്കാർ അത് ആഘോഷിക്കും. വെറോണിയെ കുറിച്ച് തന്നെ വളരെ മോശമായിട്ടല്ലേ പറയുന്നത്. വെറോണി നല്ലൊരു പെൺകുട്ടിയാണ്. അവൾ ജീവിച്ചിരുന്നപ്പോൾ പോലും അവൾക്ക് അങ്ങനെ സന്തോഷം കിട്ടിയിട്ടില്ല. മരിച്ചു കഴിഞ്ഞിട്ടും വെറോണിക്ക് സമാധാനമൊന്നും കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് വിവേക് സങ്കടപ്പെടുമ്പോൾ അതെങ്ങനാ സാറാ ശരിയാകുന്നത്? യഥാർത്ഥ പ്രതിയെ നമ്മൾ കണ്ടുപിടിച്ചില്ലേ, അവന് ശിക്ഷ കിട്ടിയാലല്ലേ അവൾക്ക് നീതി കിട്ടൂ എന്നുള്ള കാര്യം രാമൻ പറയുന്നു. അങ്ങനെ ജോൺസിന്റെ പേരിൽ FIR ഇടുകയാണ്. ജോൺസിനെയും അറസ്റ്റ് ചെയ്യും. ന്യൂസിൽ വരുന്നത് വെറോണിയുടെ അമ്മയുടെ കള്ളക്കാമുകനാണ് വെറോണിയെ കൊന്നത് എന്ന രീതിയിലായിരുന്നു. ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? മോശമായിട്ടുള്ള രീതിയിലല്ലേ ചാനലുകാർ ചിത്രീകരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ വിവേക് രാമനെ വിളിച്ച് സംസാരിക്കുന്നു. അങ്ങനെ കേസ് തെളിയിച്ച സമാധാനത്തിൽ തന്റെ ഭാര്യയുടെ മടിയിൽ വന്ന് കിടക്കുകയാണ് വിവേക്. നമുക്കിനി അടുത്തൊരു കുഞ്ഞുകൂടി വേണം. അത് പെൺകുഞ്ഞായിരിക്കണം. അവൾ അവളുടെ സ്വാതന്ത്ര്യത്തിൽ, ഇഷ്ടത്തിൽ, സന്തോഷത്തിൽ അവൾ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കണമെന്നും വിവേക് പറയുന്നു. അതോടുകൂടി ഈ ഒരു സീരീസിന്റെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.